വിശ്രുത പണ്ഡിതൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയാണ്. അദ്ദേഹത്തെ ഈ വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിലില്ലാഹ്. നവോത്ഥാനത്തിന്റെ പൊന്നാണി പെരുമ ദീർഘമായി നൽകുവർച്ചക്ക് ഒഴിവാകുകയാണ്. നവോത്ഥാനം എന്ന വാക്ക് പോലും ഉണ്ടാകുന്നത് അത്തരമൊരു ചരിത്രപരമായ ഒരു സ്വപ്നയുണ്ടാകുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. യൂറോപ്പിലെ നവോത്ഥാന സംരംഭങ്ങളെക്കുറിച്ചാണ് സാധാരണ നവോത്ഥാനം എന്ന ഈ സ്വപ്നയിലൂടെ സാധാരണ പറയപ്പെടാറുള്ളത്. ബഹുമാന്യനായ PT കുഞ്ഞോമുദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിന്റെ മതം ശാസ്ത്രീയമായ നവോത്ഥാന ചിന്തകൾക്കെതിരായി വന്നു നിന്നപ്പോഴാണ്. ഇൻക്വിസിഷൻ കോർട്ടുണ്ടാക്കി മതത്തിന്റെയും ചിന്തകൾക്കത്തേക്ക് മനുഷ്യനെ ചിന്തിക്കാൻ പാടില്ലെന്ന് പറയുന്ന വിധത്തിലേക്കായിരുന്നു യൂറോപ്പിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പോയത്. കുറ്റവിചാരണ കോടതിയിലൂടെയായിരുന്നു അന്ന് ശാസ്ത്രീയമായ ചിന്തകൾക്ക് തുടക്കം കുറിച്ച ഗലീലിയെയും കൊപ്പർനിക്കസിനെയിലേക്ക് കാര്യങ്ങൾ ചരിത്ര പാരമ്പര്യത്തിൽ നിന്നാണ് റെനൈസൻസ് എന്ന് പറയുന്ന ഒരു സംജ്ഞ തന്നെ നാം ചരിത്രത്തിൽ കേൾക്കുന്നത്. റെനൈസൻസ് എന്ന് പറയുന്നത് തന്നെയാണ് നവോത്ഥാനം. ഏതാണ്ട് ഇതേ കാലത്ത് നമ്മൾ ഇവിടെ വേറൊന്ന് കാണുന്നു. ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെയും തുടക്കത്തിന്റെയും എല്ലാം വഴിയിൽ ഇസ്ലാമിന് ഒരുപാട് വലിയ സ്ഥാനമുണ്ട് എന്നാണ് നേരത്തെ പ്രസംഗിച്ചത്. ലോകത്തെ എല്ലാ ചരിത്രകാരന്മാരും ഇത് സമ്മതിച്ചു തരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാം ലോകത്ത് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയും ഈ ചിന്തയെ അതിശക്തമായ വിധം പ്രചോദിപ്പിച്ചു എന്നതാണ്. വായിക്കാനും പഠിക്കാനും അന്വേഷിക്കാനും പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടു. അതിന്റെ വലിയ സ്വാധീനം ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് PK ഹിറ്റിയെ പോലെയുള്ള പ്രഗത്ഭരായ ചരിത്രകാരന്മാർ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്: Europe was neared in the dark ages. The Arabs and Moors who were Mohammedans were making rapid strides in every branches of science and arts. യൂറോപ്പ് അന്ധകാരത്തിലായിരുന്നു. പക്ഷേ അറബികൾ, മൂറുകൾ ആയ ആഫ്രിക്കൻ വംശജരായ മുസ്ലിങ്ങളും who were Mohammedans, അവർ മുഹമ്മദീയരാണ്. were making rapid strides in every branches of science and arts. അവരാണ് കലയിലും ശാസ്ത്രത്തിലും തുടക്കമിട്ടവർ. ഇവിടെ എന്തോ PT പറഞ്ഞത് അത് മുഴുവനും ഇതിൽ കൃത്യമായി സംക്ഷേപിക്കപ്പെടുന്നുണ്ട്. ആൽക്കലിയും കെമിസ്ട്രിയും ശാസ്ത്രത്തിന്റെ പുതിയ ഓരോ നാമ്പുകളും അൽജിബ്രയും കിതാബുൽ ഖാനൂനും എല്ലാം തുടങ്ങിയിടത്തെല്ലാം മുസ്ലിങ്ങളുടെ സാന്നിധ്യത്തെ നമുക്ക് കാണാൻ സാധ്യമാവും. അതിന്റെ ഒരു പാരമ്പര്യത്തെ അതിനെ കൃത്യമായി സംശോധന ചെയ്ത് കൊണ്ടുവന്ന ഒരു വലിയ പാരമ്പര്യം നാം പൊന്നാണിയിലും ഈ വീട്ടുമുറ്റത്തും കാണുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആഗമനം മഹാന്മാരായ സ്വഹാബാക്കളും താബീഴുകളും കടന്നു വന്നതിനു ശേഷം ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ അതിന്റെ വൈജ്ഞാനികമായ പ്രഫുല്ലമായ ഇന്നലകളെ കൂടുതൽ പ്രശോഭിപ്പിച്ചത് പൊന്നാണിയാണ്. പൊന്നാണി എന്ന് പറയുന്നത് ആധ്യാത്മികമായ ജീവിതത്തിന്റെ മാത്രം ഉറവിടം മാത്രമായിരുന്നില്ല, മറിച്ച് അത് മുസ്ലിം ജീവിതത്തിന്റെ നവോത്ഥാന സംരംഭങ്ങളെ മുഴുവൻ വിജയിപ്പിച്ചെടുത്ത ഒരു വൈജ്ഞാനികമായ ഒരു പരീക്ഷണശാലയായിരുന്നു പൊന്നാനി. അതുകൊണ്ടാണ് ഇൽമിന്റെ മക്ക എന്ന പേരിൽ ഇത് അറിയപ്പെട്ടത്. ഇവിടെ നടന്നതെല്ലാം കേവലം ഒരു ആധ്യാത്മിക ചരിത്ര വായനകൾ മാത്രമായിരുന്നില്ല. ആ വായനയുടെ കൂടെ നടന്നിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കുലറായ ചിന്തയെയും അതോടൊപ്പം തന്നെ മതപരമായ ചിന്തയെയും, ഞാൻ സെക്കുലർ എന്ന് പറയുന്നത് മതനിരപേക്ഷമായ ഒരു അടിസ്ഥാനത്തിലല്ല, അല്ലാതെ വിജ്ഞാനത്തിന്റെ രണ്ടു വഴികളെന്ന അർത്ഥത്തിൽ നോക്കിയാൽ ഈ രണ്ടും ഒരുമിച്ച് കൂട്ടി അത് മതത്തിന്റേതാക്കി കൃത്യമായി സമുദായത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മത പഠന സംവിധാനമാണ് പൊന്നാനിയിൽ നിന്ന് നാം കാണുന്നത്. ഇവിടെ നിന്നുണ്ടായ ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ വന്നത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിച്ചു വന്ന ഒരു ദർസി പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലെ തലതൊട്ടപ്പനായ
മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്താകുമ്പോ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന്റെ അതിന്റെ ചീഫ് എഡിറ്റർ പദവിയിൽ വരെ എത്തിയ പ്രമുഖനായ ഒരു അറബി പണ്ഡിതൻ അന്ന് ആ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ മഹാനായ ശൈഖുനയുടെ വഫാത്ത് സംബന്ധിയായി എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ വളരെ പ്രഗത്ഭരായ PWD എഞ്ചിനീയർമാർ അവരുടെ സംശയങ്ങൾക്ക് നിവാരണവുമായി ചെന്നു നിന്നിരുന്നത് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ മുമ്പിലാണ്. നബ്ബറല്ലാഹു മർഖദ. ഞാൻ അവിടെ നിർത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പൊന്നാനിയുടെ പാരമ്പര്യത്തിന്റെ മുഴുവൻ സംശോധനയുടെയും സംക്ഷിപ്തമായ ഒരു അവതരണത്തിൽ അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു മഹാപണ്ഡിതന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തീർക്കുമ്പോഴാണ് PWD എഞ്ചിനീയർമാർക്ക് പോയി നിൽക്കേണ്ടി വരുന്ന വിധം ഇൽമുൽ ഹന്ദസയുമായി ബന്ധപ്പെട്ട ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജ്ഞാനങ്ങളും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് മുസ്ലിങ്ങൾ ഈ പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യത്തെ തുടങ്ങിയിട്ടുള്ളത് എന്ന ബോധ്യമാണ് നാം പൊന്നാനിയിൽ നിന്ന് കാണുന്നത്. അങ്ങനെ ഒരു വൈജ്ഞാനികമായ മുറ്റമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമരത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, സാമൂഹിക ജീവിതത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു പൊന്നാനിക്ക്. കേവലം ഒരു ആത്മീയതയുടെയും മതത്തിന്റെ മറ്റു വശങ്ങളുടെയും ശാസ്ത്രത്തിന്റെയും അന്വേഷണങ്ങളുടെ ഒരു വൈജ്ഞാനിക മുറ്റത്തിരുന്ന് അവിടെ ഒരു ഉസ്താദ്, ഒരു കുലഗുരു ഇരുന്ന് മറ്റുള്ളവർ പഠിച്ചു തീർക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമായിരുന്നില്ല. ഇവിടെയാണ് പോർത്തുഗൽ കടന്നു വരുമ്പോ അതിനെതിരെയുള്ള അധിനിവേശ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം തുടങ്ങുന്നത് ഇവിടെ വച്ചാണ്. ഫത്ഹുൽ മുബീൻ തുടങ്ങിയെടുത്തു നിന്ന്, തഹ്രീർ പിന്നീട് ആലപിക്കപ്പെടുകയും രചിക്കപ്പെടുന്നിടത്തു നിന്ന് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ വസ്തുനിഷ്ഠ ചരിത്രമുണ്ടാകുന്നത് ഇവിടെയാണ്. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനിലൂടെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ ചരിത്രം പറയുന്നു, കേരളത്തിന്റെ സൗഹൃദം പറയുന്നു, സാമൂതിരിയുടെ ജീവിതം പറയുന്നു, സാമൂതിരി മുസ്ലിങ്ങളോട് ചെയ്തിരുന്ന സൗഹൃദപരമായ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് പോർത്തുഗലിനെതിരെ പൊരുതാൻ പറയുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ആന്റി ഇംപീരിയലിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തുടങ്ങുന്നതും ഈ പൊന്നാനിയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം തുടങ്ങുന്നത്. ഈ പാരമ്പര്യത്തെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അതിന്റെ സാമൂഹിക ജീവിതവും തുടങ്ങുന്നത്. അതിനൊരു നൈതികതയുണ്ട്, അതിന്റെ ഒരു നന്മയുണ്ട്. ചില ആളുകൾ ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ മാത്രം വായിച്ചു പോകാറുണ്ട്. അങ്ങനെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജ്ഞാനങ്ങൾക്കുള്ള പ്രശ്നം അത് ഒന്നിനെ മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക് പോകും. ഇമാം ഗസാലി എന്ത് പറഞ്ഞോ അത് തന്നെയാണ് പിന്നീട് പാരമ്പര്യങ്ങളിലൂടെ വന്നത്. റെവലേഷന് അതിന്റെ പുണ്യമുണ്ടെന്നും അതാണ് ജ്ഞാനത്തിന്റെ തുടക്കമെന്നും ആ ജ്ഞാനമാണ് സ്വതസിദ്ധമായ ജ്ഞാനമെന്നും അതാണ് സത്യസന്ധമായ ജ്ഞാനമെന്നും പഠിപ്പിച്ചാണ് ഇമാം ഗസാലി ബൗദ്ധികമായ ജ്ഞാനമേഖലകളിൽ ഉണ്ടായ അബദ്ധങ്ങൾക്കെതിരായി തിരിഞ്ഞു നിന്നത് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. അതുപോലെയാണ് ഈ പാരമ്പര്യത്തിന്റെ ജ്ഞാനം രണ്ടു കൈവഴികളിലൂടെയല്ല, ഒരേ കൈവഴികളിലൂടെ ഒഴുകുമ്പോ ഇതെല്ലാം ഒരുമിച്ച് നിന്നിരുന്നു. തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ അതേ കൈകൊണ്ട് തന്നെ അഭിപ്രായപ്രകാരം മൻഖൂസ് മൗലിദും കൂടി എഴുതുന്നു. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസനിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രേമഗീതമായി പരിശുദ്ധ പ്രവാചകരെ വിളിച്ചിട്ട് ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു, എനിക്ക് മാപ്പ് നൽകണമെന്ന് പറയാൻ, അങ്ങയോടാണ് എന്റെ പരാതി എന്ന് പറയാൻ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയഗതികളെ നിലനിർത്തുന്ന ഒരു ആശയ പാരമ്പര്യത്തെയാണ് ഈ പൊന്നാനി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ നിന്നാണ് കേരളത്തിന്റെ മുസ്ലിം നവോത്ഥാനത്തെ മുഴുവൻ അളക്കേണ്ടത്. അതായത് ആദരിക്കേണ്ടവരാരെന്ന് പഠിപ്പിക്കുകയും, എത്രത്തോളം വില്യലോകൻ പോലും പറയുന്നുണ്ട്, കേരളത്തിലെ സ്വാധീനമായിരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പൊന്നാനിയിലായിരുന്നു. പൊന്നാനി തങ്ങന്മാരാണ് മറ്റുള്ളവരെക്കാൾ ഏറെ അവർ കേരളീയ മുസ്ലിങ്ങളെ സ്വാധീനിച്ചിരുന്നു എന്ന് മലബാർ മാനുവൽ എഴുതുമ്പോൾ വില്യലോകൻ പറഞ്ഞു തരുന്നു. അങ്ങനെ ഈ ചരിത്രപരമായ പാരമ്പര്യത്തെയാണ് അത് കടഞ്ഞെടുത്ത് ശുദ്ധമാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെത്തുന്നത്. അതാണ് രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ മുഴുവനും മുസ്ലിങ്ങൾക്ക് പ്രകാശം വരുത്തിയത്. ആ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെ പ്രകാശം വരുത്തിയ ഈ നൈതികമായ ഇസ്ലാമിക ധർമ്മം നിലനിൽക്കാനാണ് നാം പൊന്നാനിയിൽ ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ട് പൊന്നാനിയുടെ മഹിമ നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ ഒഴുകേണ്ട മഹിമയാണ്, ഒഴുകി നിൽക്കേണ്ട നന്മയാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെയൊക്കെ വെച്ച് ഒരു സാഗരം ഒരു കമണ്ടൂർ എന്ന പോലെ ഒരു സാഗരം ഒരു കൈക്കുമ്പിളിലാക്കി വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷയാവതരണം കഴിഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് ഇതിന്റെ വിവിധ വശങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് പ്രമുഖ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ ഇതിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇതിനുശേഷം ഒരു സെഷൻ കൂടി ഇവിടെ നടക്കാനുണ്ട്.
10 മിനിറ്റാണ് ഓരോരുത്തർക്കും അനുവദിച്ചത്. പരമാവധി 15 മിനിറ്റ്. ഇനി ഇങ്ങനെ അധ്യക്ഷന്റെ അല്ലെങ്കിൽ മോഡറേറ്ററുടെ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ 15 മിനിറ്റിനപ്പുറത്തേക്ക് പോകില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യമായി ബഹുമാന്യനായ പണ്ഡിതൻ ഗ്രന്ഥകർത്താവ് ഉസ്താദ് PK അബ്ദുൽ ഗഫൂർ അൽ ഖാസിമിയെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. സ്റ്റേജിലിരിക്കുന്ന മാന്യ മഹത്തുക്കളെ, SKSF-ന്റെ കർമ്മഭടന്മാരെ, കൂടുതൽ മുഖവരകളിലേക്കൊന്നും കടക്കാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം പറയാനുള്ളൊരു സമയവുമില്ല. ഏതായിരുന്നാലും SKSF-ന്റെ നേതാക്കള് കുറച്ചൊക്കെ ഒരു തലുള്ള കൂട്ടരാണ് എന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതെന്താ കാരണം എന്ന് പറഞ്ഞാല്, സമ്മേളനം നടക്കാൻ പോകുന്നത് സമർക്കന്ദിലാണ്. അതിന്റെ പ്രിപ്പറേറ്ററി കോൺഫറൻസ് ആണ് ഇപ്പൊ പൊന്നാനിയിൽ നടക്കുന്നത്. സമർക്കന്ദും പൊന്നാനിയും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. അതെന്താന്ന് പറഞ്ഞാല്, സമർക്കന്ദിന് ചരിത്രകാരന്മാർ പറയുന്നത് ദ ഗേറ്റ് വേ ഓഫ് ദ സിൽക്ക് റൂട്ട്. നോക്കണത്, ദ ഗേറ്റ് വേ ഓഫ് ദ സിൽക്ക് റൂട്ട്, അതായത് പട്ടുപാത. സമർക്കന്ദിന്റെ പേര് പട്ടുപാത. അതെന്താ കാരണം? ചൈന മുതൽക്ക് ജാപ്പാൻ വരെ നീണ്ടു കിടക്കുന്ന 6000 കിലോമീറ്റർ വരുന്ന സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ പട്ടുപാത എന്നാ. പട്ടുപാത എന്ന് പറയാനുള്ള കാരണം, ചൈനയിൽ നിന്നുള്ള പട്ട് ജപ്പാനിലേക്ക് എത്തുമ്പോഴേക്ക് 6000 കിലോമീറ്റർ ആവും. അപ്പോ ഗേറ്റ് വേ ഓഫ് ദ സിൽക്ക് റൂട്ട്. ബട്ട് അതിന്റെ അങ്ങേപ്പുറത്ത് ജ്ഞാന പ്രസരണത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. എന്താ? നിങ്ങൾക്കൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം. ചില ആൾക്കാര് അവരുടെ സമ്മേളന നഗരിക്ക് ഖാദിസിയ എന്ന പേരിട്ടിരിക്കുന്നത്. ഖാദിസിയ പടപ്പുറപ്പാടാ. നോക്കണകള്, ഖാദിസിയ മൂത്തത്ത് യുദ്ധത്തിന്റെ ശേഷമാണ് ഷാമില് അഥവാ സിറിയ, ജോർദാൻ, ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പ് വരുന്നത്. ഖാദിസിയോടുകൂടെ തന്നെ ശക്തിപ്പെട്ടു വരുന്നു. പക്ഷെ ഖാദിസിയയിൽ ഇസ്ലാമിക സ്ഥാപനങ്ങളൊന്നുമില്ല. ഖാദിസിയ നമ്മുടെ നാട് പോലെ ഒരു സാധാരണ നാട്. സമർക്കന്ദിന്റെ ചരിത്രം പറഞ്ഞാൽ, സമർക്കന്ദിന്റെ ചരിത്രം ഒരു ചരിത്രമാണ്. അഥവാ ഇവിടെ നേരത്തെ കുഞ്ഞുമോദ് സാഹിബ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും പറയേണ്ട ഒരു അവസ്ഥയിൽ അതൊക്കെ സെപ്പറേറ്റായി ചർച്ച ചെയ്യേണ്ട വലിയ വലിയ ഗഹനമായ വിഷയങ്ങളാണ് സത്യത്തിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത്. വളരെ ഗഹനമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഈ സ്പെല്ലിംഗ് പ്രൊണൗൺസിയേഷനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. കാരണം മൂപ്പര് ഇംഗ്ലീഷിലൂടെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇബ്നു റുഷീദ് ഇബ്നു റഷീദ് ആവുന്നതും ഇബ്നു സീന ഇബ്നുൽ ഹൈത്തം ആകുന്നത്. ഇബ്നുൽ ഹൈത്തം എന്ന അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ പറയുന്ന പേരുകളിലൊക്കെ മാറ്റം ഉണ്ടാകുന്ന അദ്ദേഹം ഇംഗ്ലീഷിലായിട്ട് വരുന്നത്. ഏതായിരുന്നാലും ആകട്ടെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ബഗ്ദാദായിരുന്നു ജ്ഞാനത്തിന്റെ പ്രസരണ കേന്ദ്രം. അത് ഏതു മുതൽക്ക്? ബഗ്ദാദിന്റെ തുടക്കം ഹിജറയുടെ 2-ാം നൂറ്റാണ്ട് മുതൽ. ഹിജറയുടെ 2-ാം നൂറ്റാണ്ട് മുതൽ അമവിയ ഭരണത്തിന്റെ അവസാന കാലഘട്ടം മുതൽക്ക് തുടങ്ങി അബ്ബാസിയ ഭരണത്തിന്റെ 4-5 നൂറ്റാണ്ട് കാലഘട്ടം. അബ്ബാസിയാക്കൾ അസ്തമിച്ചതോടുകൂടെ സമർക്കന്ദാബിന്റെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായി മാറുന്നത്. സമർക്കന്ദിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന സമർക്കന്ദിലെ ഏറ്റവും വലിയൊരു കാഴ്ച എന്താണെന്നറിയോ? രേഗിസ്ഥാൻ സ്ക്വയർ. നിങ്ങൾ മനസ്സിലാക്കണം, സമർക്കന്ദിന്റെ ഏറ്റവും വലിയ കാഴ്ച രേഗിസ്ഥാൻ സ്ക്വയർ. രേഗിസ്ഥാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മണലാരണ്യത്തിലുള്ള, അതായത് സിൽക്ക് വേ, ആ സിൽക്ക് വേ റൂട്ടിന്റെ മധ്യത്തിൽ നിലകൊള്ളുന്ന ഈ രേഗിസ്ഥാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 വലിയ മദ്രസകളാണ്. 3 വലിയ വമ്പൻ മദ്രസകൾ ഒരേ കമ്പൗണ്ടിൽ 3 ഭരണാധികാരികൾ ഉണ്ടാക്കിയത്. അതിന്റെ സെന്ററിൽ ഒരു പള്ളിയും. ആ സ്ഥാപനങ്ങളുടെ പേര് കുറച്ച് ഉസ്ബെക്കിസ്ഥാൻകാര് കുറച്ചുകൂടി പുരോഗമിച്ചുകൊണ്ട് ഓല നമ്മുടെ നാട്ടിലെ മാര് മുനവറുൽ ഇസ്ലാം, മറ്റേ ഇസ്ലാം എന്നൊന്നും പേരിട്ടിട്ടില്ല. ഓര് ഷെർദോർ മദ്രസ, അവരെ ഷെർദോർ എന്ന് പറഞ്ഞ സിംഹ എന്നാ. അങ്ങനെ ഓരോ അവരുടെ നാടുമായി ബന്ധപ്പെട്ട പേരുകളാണ് അവരുടെ സ്ഥാപനങ്ങൾ കൊടുത്തിരിക്കുന്നത്.
അപ്പൊ ഇന്ന് ഒരാൾ സമർക്കന്ത് സന്ദർശിച്ചാൽ അയാൾക്ക് കാണാൻ കഴിയുന്നത് ഈ 3 വിദ്യാസ്ഥാപനങ്ങളാണ്. ആ 3 വിദ്യാസ്ഥാപനങ്ങളിൽ ഒന്നിന്റെ പ്രധാന സ്ഥാപകൻ ആരാണെന്നറിയോ? ഉലഗ് ബേഗ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ഉലഗ് ബേഗ് ആരാണെന്നറിയോ? തൈമൂർ ലിങ്കിന്റെ പുത്രൻ. തൈമൂറിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാരൊക്കെ പലരും പറയാറുണ്ട്. ഞാനിപ്പോ ഒറ്റയടിക്ക് സമർക്കന്ത് എന്ന പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ തൈമൂറിനെ പറ്റി പറഞ്ഞ ഭാഗം എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ ഇഷ്ടമായിട്ടില്ല. ഞാന് തൈമൂറിന്റെ ഖബർ കണ്ട ആളാണ്, ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. തൈമൂർ പണ്ഡിത സ്നേഹിയാണ്, സയ്യിദമാരെ അതിരറ്റ് സ്നേഹിക്കുന്ന ആളാണ്. അയാൾ മറപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് 10 ഖബറുകളുണ്ട്. അതിന്റെ നേരെ മുന്നിൽ അയാളുടെ ഉസ്താദായ ആ ഷെയ്ഖിന്റെ ഖബറ വെച്ചിരിക്കുന്നത്. ഇന്ന് സമർക്കന്ദിലെ ഏറ്റവും വലിയൊരു കാഴ്ചയാണ് തൈമൂറിന്റെ ഖബർ. ആ സമർക്കന്ദിലെ ഏറ്റവും വലിയ കാഴ്ച എല്ലാ സന്ദർശകരും പോകുന്നത്. അതിന്റെ പുറത്ത് തൈമൂറിന്റെ ചരിത്രത്തിൽ പറയുന്നു, സക്കർജി എന്ന് പറയുന്നൊരു മഹാനായ ഷെയ്ഖിന്റെ തൊട്ടടുത്തുണ്ട്. ആ സക്കർജിയുടെ മഖബറയിലേക്ക് കിടക്കുമ്പോൾ ചെരുപ്പ് കയ്യിൽ പിടിച്ചാണ് അദ്ദേഹം ചെയ്തത്. അത് മാത്രമല്ല, ചെങ്കീസ് ഖാന്റെ ക്രൂരകൃത്യങ്ങൾക്ക് അറുതി വരുത്തി അദ്ദേഹത്തിന്റെ ഒരു പക്ഷെ അധികമായ റിലേഷൻ ഉണ്ടായിരിക്കാം. ഇദ്ദേഹം ഒരു ശരിയായ മുസ്ലിമായിരുന്നാണ് ആ ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം ലോകത്ത് പുലർന്നൊരു കഥ പോലുമുണ്ട്. എന്തായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു കാലത്ത് സമർക്കന്തായിരുന്ന വിജ്ഞാനത്തിന്റെ കേന്ദ്രം, പട്ടിന്റെ കേന്ദ്രവും ലോകത്തിന് എല്ലാം സമർപ്പിച്ചത്. ഇന്നും സമർക്കന്ദിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ച ഉലഗ് ബേഗിന്റെ വാന നിരീക്ഷണാലയമാണ്. അപ്പോ ആ സമർക്കന്ത് പൊന്നാനിയോ, ദ പൊന്നാനി ഈസ് ദ ഗേറ്റ് ഓഫ് ദ റിലീജിയസ് നോളജ് ആൻഡ് ദ സ്പിരിച്വൽ സ്റ്റഡീസ്. പൊന്നാനിയുടെ സ്വഭാവം. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇത് രണ്ടിന്റെയും കാലഘട്ടം ഒന്നാണ്. സമർക്കന്ത് ഏത് കാലഘട്ടത്തിലാണ് രേഗിസ്ഥാൻ സ്ക്വയർ ഉണ്ടാക്കിയത്? ആ കാലഘട്ടമാണ് പൊന്നാനിയിൽ സ്ഥാപിതമാകുന്നത്. അപ്പൊ അതാ ഞാൻ പറയുന്നത്. അപ്പോ നമ്മുടെ നടക്കാൻ പോകുന്ന കോൺഫറൻസിന്റെ പ്രിപ്പറേറ്ററി കോൺഫറൻസ് ആണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് സമർക്കന്ദിലേക്കുള്ള ഒരു പ്രിപ്പറേഷനാണ് പൊന്നാനി. പൊന്നാനിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പൊന്നാനി വലിയ അനുഗ്രഹീതമായ നാടാണ്. ഇന്ന് ഇന്ത്യയിലെ ലോകത്ത് ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളായ സ്ഥലങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ബഗ്ദാദിനെ പറ്റി പറഞ്ഞു. ഇന്ന് ബഗ്ദാദിന്റെ അവസ്ഥ എന്താണ്? ജുമ നടക്കുന്നില്ല ബഗ്ദാദിൽ. ഞാൻ അനുഭവസ്ഥനാണ്. ബഗ്ദാദിൽ 25 ലക്ഷം മുസ്ലിങ്ങളുണ്ട്. ആ 25 ലക്ഷം മുസ്ലിങ്ങളുടെ ബഗ്ദാദിൽ 3 പള്ളിയിൽ മാത്രമാണ് ജുമ നടക്കുന്നത്. 3 പള്ളിയിൽ. ഒന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ള പള്ളിയിൽ, ഒന്ന് മൂസൽ കാളിമിന്റെ പേരിലുള്ള പള്ളിയിൽ, ഒന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിലുള്ള പള്ളിയിൽ. ഈ 3 പള്ളിയിൽ കൂടെ ആകെ കൂടിയാല് അവിടെ മൊത്തം ഒരു 25,000 ആളാണ് ബഗ്ദാദ് നാട്ടിൽ നിന്ന് ജുമയ്ക്ക് കൊടുത്തത്. ബൈത്തുൽ ഹിക്മത്ത് വെറും പേര് മാത്രമാണ്, ഒന്നുമല്ലാതെ അസ്തമിച്ചു പോയി. നിങ്ങൾ മനസ്സിലാക്കണം, ബഗ്ദാദ് ഈ അമേരിക്കൻ അക്രമത്തെ തുടർന്ന് മാത്രമല്ല, കൂഫ എന്ന് പറഞ്ഞാൽ ഈ ചാർത്ത് നടക്കുന്ന ഒരു കുഗ്രാമമായി മാറിയിരിക്കുകയാണെന്ന്. ഒരു കാലത്ത് കൂഫ നെഹവിന്റെയും സർഫിന്റെയും അപ്പോസ്തലന്മാരുടെ നാട്. കൂഫക്കാരും ബസറക്കാരായ പണ്ഡിതന്മാർ, അഹ്ഫശ് ഇമാമിനെ ഖലീൽ ഇമാമിനെയൊക്കെ നമ്മൾ പഠിക്കുന്ന ആളുകൾ, ഈ 2 ഫെയ്ത്തുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. കൂഫക്കാരും ബസറക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് നെഹവി അഭിപ്രായ വ്യത്യാസം. കൂഫയും ബസറയും ഇന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ബഗ്ദാദ് അതിനേക്കാൾ ദയനീയമാണ്. സമർക്കന്ദിന്റെ കഥ പറയുകയാണെങ്കിൽ ഇസ്ലാമിനെ അവിടെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. സമർക്കന്ദിനെ സംബന്ധിച്ചിടത്തോളം 1 നൂറ്റാണ്ടുകാലം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണവും അതിന്റെ കുറച്ചു മുമ്പ് സാർ ചക്രവർത്തിമാരുടെ ഭരണവും കാരണം അവിടെ ഇന്ന് 1991 ശേഷമാണ് ഇസ്ലാം വന്നിരിക്കുന്നത്. 91 ശേഷം ഇസ്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുൻ ഭരണാധികാരിയായിരുന്ന ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കരീമോ, അപ്പൊ അയാൾ സ്വന്തം ചെലവിൽ പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. താഷ്കന്റിൽ അയാൾ വലിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോ അതിപ്പോ 91 ശേഷമാണ്. അതിന് മുമ്പുള്ളൊരു നൂറ്റാണ്ട് നിസ്കാരം അറിയില്ല, ദീനും അറിയില്ല, ഒന്നും അറിയാത്തൊരവസ്ഥ. അങ്ങനെ മക്കയും മദീനയും ഒഴിച്ചു നിർത്തിയാൽ ലോകത്ത് നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ
എവിടെ ചെന്ന് നോക്കിയാലും ഇപ്പൊ ബുഖാരി ഇമാമിന്റെ നാട് എത്ര സുന്ദരമായ നാടാ. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ ബുഖാറയിൽ ചെന്നാൽ അവർക്ക് കാണാനുള്ളത് എന്താണെന്നറിയോ? അറബി കോളേജ്, മദ്രസ അതാണ് അറബി കോളേജ്. അറബി കോളേജാ ഈ സമർക്കത്തിലെ രേഗിസ്ഥാൻ സ്ക്വയറിലുള്ള 3 സ്ഥാപനങ്ങളും മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയ കേന്ദ്രങ്ങളാണ്. ഇതൊക്കെ തകർന്ന് തരിപ്പണമായി. സങ്കടകരമായ കാര്യമാണ്. ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിൽ പഠിക്കാത്ത പണ്ഡിതന്മാരില്ല. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി റിസാലത്തുൽ ഖുദ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വിഹിയുടെ ഒരു ഭാഗം എഴുതിയിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള മദ്രസയിൽ ഇരുന്നുകൊണ്ടാണ്. 14 മദ്രസകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്നു. ആ മദ്രസകളിലായും കൊണ്ട് നൂറുകണക്കിൽ പണ്ഡിതന്മാർ, അഗ്രേസരായ പണ്ഡിതന്മാർ. എന്തിനധികം പറയുന്നു, ഇന്ത്യയിലെ പ്രമുഖനായ സ്വതന്ത്ര സമര സേനാനി മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹം മസ്ജിദുൽ അഖ്സയുടെ തൊട്ടടുത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹം എവിടെയാണ് കിടക്കണമെന്നറിയോ? മദ്രസ ഖാത്തൂനിയ എന്ന് പറയുന്ന വലിയൊരു അറബി കോളേജിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അവിടങ്ങളെല്ലാം അസ്തമിച്ചെങ്കിലും ആ പൊന്നാനിയുടെ പൈതൃകവും പാരമ്പര്യവും അൽഹംദുലില്ലാഹ് ഇന്ന് വരെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊന്നാനി ഒരു പക്ഷേ കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര തന്നെ വികസിതമല്ലെങ്കിൽ തന്നെ പൊന്നാനിയിൽ നിന്നുള്ള ആ പ്രസരിപ്പ് അൽഹംദുലില്ലാഹ് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളുടെ ദീനിന്റെ ആ പ്രഭവം ഒരു കണക്കിൽ പറഞ്ഞാൽ പൊന്നാനിയിൽ നിന്നാണ്. കാരണം കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഹിജറ 1-ാം നൂറ്റാണ്ടിൽ വന്നു, 2-ാം നൂറ്റാണ്ടിൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരി തന്നെയാണ്, വന്നിട്ടുണ്ട്. പക്ഷെ വസ്തുനിഷ്ഠമായ ചരിത്രം, വളരെ കറക്റ്റായ ചരിത്രം നമ്മളെടുത്ത് ഉപലബ്ധമല്ല. എന്ത് തന്നെ ആരെന്ത് അവതരിപ്പിച്ചാലും അത് കൃത്യസ് ചെയ്യാൻ പറ്റും. വസ്തുനിഷ്ഠമായ കേരള മുസ്ലിം ചരിത്രത്തിന്റെ തുടക്കം യഥാർത്ഥത്തിൽ ശരിയാവണ്ണമുള്ള നമ്മുടെ ഒരു ചരിത്രം പൊന്നാനി മഹദൂമാർ മുതൽക്കാണ് തുടങ്ങുന്നത്. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഹിജറ 8-ാം നൂറ്റാണ്ടിന് മുമ്പ്. ഹിജറ 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഇസ്ലാം വന്നു. ഹിജറ 8-ാം നൂറ്റാണ്ടിന്റെ മുമ്പായും കൊണ്ട് കേരള നാട്ടിൽ നിന്ന് പ്രസിദ്ധീകൃതമായ ഏതെങ്കിലും ഒരു അറബി കൃതി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇനി ആര് അടുത്തെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും വേണം. 8-ാം നൂറ്റാണ്ടിന് മുമ്പായിട്ട് ഇവിടെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. മഹദൂമാരുടെ ചരിത്രം, ഇവിടെ കേരളത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് വളരെ നേരത്തെ ഉണ്ടെങ്കിൽ തന്നെയും പൊന്നാനിയിൽ ദർസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ താനൂരിൽ ദർസുണ്ട്. താനൂരിൽ ഹളർമി എന്നൊരു മഹാനായ ആള് ദർസ് നടത്തിയ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ മഹാനായ സൈനുദ്ദീൻ മഹദൂം തങ്ങൾ അവർ കോഴിക്കോട് പോയിട്ടാണ് ദർസിലോതി പഠിച്ചത്. കോഴിക്കോട് പോയി ദർസിലോതി പഠിച്ച മഹാനവറുകൾ മക്കയിലേക്ക് ഉപരിപഠനത്തിന് പോയി, ഈജിപ്തിലേക്ക് പോയി. പൊന്നാനിക്കാർ ഭയങ്കര ഉഷാർ തന്നെയാണ്. നോക്കണങ്ങള്, പൊന്നാനിക്കാർ ആദ്യമായിട്ട് ഈജിപ്തിലും മക്കയിലും പോയി പഠിച്ചവരാ. അപ്പൊ അതുകൊണ്ട് ഈ 6 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആ 6 നൂറ്റാണ്ട് മുമ്പത്തെ ചരിത്രം നമ്മൾക്ക് വളരെ വസ്തുനിഷ്ഠമായി ലഭ്യമല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ സംഭവം ശരിയാണ്. മാലിക് ദിനാറിന്റെ സംഭവത്തിന് ആഗമനം ഉണ്ടായിട്ടുണ്ട്. സൈനുദ്ദീൻ മഹദൂം തന്നെ മഹാനവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഹിജറ 1-ാം നൂറ്റാണ്ടിൽ മാലിക് ദിനാറ് മക്കത്ത് പോയി എന്നുള്ള കഥകളൊക്കെ ലാ യഖാദു യസ്ഹു ശൈഉൻ മിൻഹാദാ, അതൊന്നും ശരിയല്ലാതാ, 2-ാം നൂറ്റാണ്ട് മുതൽക്കാണ്. അപ്പൊ ഏതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്? എന്തായിരുന്നാലും ഇവിടെ കുറച്ച് സഞ്ചാരികളുടെയും അതുപോലുള്ള ആളുകളുടെയും ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു ബത്തൂത്തയുടെ രഹിലയിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം കേരളത്തിന്റെ പല ഭാഗങ്ങളും ദർശമാണ്. പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിലെ മുസ്ലിം പോപ്പുലേഷൻ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോ നമ്മളെ 1 കോടിയുടെ അടുത്ത 90 ലക്ഷത്തോളാണ് കേരള മുസ്ലിങ്ങളുടെ ജനസംഖ്യ എങ്കിൽ അത് 100 കൊല്ലം മുമ്പ് എത്ര കുറവായിരിക്കും? അപ്പൊ ഒരു 200 കൊല്ലം മുമ്പ്, അപ്പോ ഹിജറ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലും ഇനി 8-ാം നൂറ്റാണ്ട് വരെ തന്നെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പരിമിതമായിരിക്കും. ഇപ്പൊ മലപ്പുറം ജില്ല അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ വളരെയധികം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലയാണ്. പക്ഷേ ഈ മലപ്പുറം ജില്ലയിൽ ഓരോ പള്ളികളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 200-300 കൊല്ലത്തിലധികം പഴക്കമുള്ള പള്ളികളുടെ ചരിത്രം വളരെ കുറവാണ്. ഇപ്പോ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറം പള്ളിയുടെ ചരിത്രം തന്നെ, മലപ്പുറത്തിന്റെ പരിസരങ്ങൾക്ക് ഇസ്ലാമിന്റെ വലിയ പ്രഭവ കേന്ദ്രങ്ങളാണ് ലോകർ കരുതുന്നതെങ്കിലും ഒരു 300 കൊല്ലത്തിന്റെ അങ്ങേപ്പുറത്തെ ചരിത്രം മലപ്പുറത്തിന് കാണാൻ പ്രയാസമാണ്. കാരണം മലപ്പുറത്തെ പള്ളിക്ക് 300 കൊല്ലത്തെ ചരിത്രമുള്ളൂ. അപ്പൊ അതിന് മുമ്പുള്ള പള്ളിയുടെ കൊണ്ടോട്ടി പള്ളിയാണ്. അപ്പൊ അതുകൊണ്ട്
പൊന്നാനി എന്നത് നമ്മുടെ ഇസ്ലാമിക പ്രഭ കേന്ദ്രമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഈ വിജ്ഞാനത്തിന്റെ പ്രസരണം എന്ന് മാത്രമല്ല, ഗ്രന്ഥകാരന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നുകിൽ മഹ്ദൂമിങ്ങൾ, അല്ലെങ്കിൽ മഹ്ദൂമായി ബന്ധപ്പെട്ടവർ, അല്ലെങ്കിൽ മഹ്ദൂമിങ്ങളുടെ ശിഷ്യന്മാർ, അവരല്ലാത്ത ഒരാളുടെ ഗ്രന്ഥവും കേരളത്തിൽ കാണാൻ കഴിയില്ല. കേരളത്തിൽ മൊത്തം മുസ്ലിം പണ്ഡിതന്മാർ 600-ലധികം അറബി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ആ പരമ്പരയിലൂടെ വന്നതാണ് കൂടുതലും. ഇനി അവരെ പരമ്പര അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാർ അവരുമായി ബന്ധപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിജ്ഞാനം ചെന്നെത്തുന്നത് പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ വിജ്ഞാനം ചെന്നെത്തുന്നത് മദീനയിലുമാണ്, അല്ലെങ്കിൽ ഒമാനിലാണ്. ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി കൊണ്ട് ഇസ്ലാമിന്റെ പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പൊന്നാനിയുടെ പെരുമ എന്ന് പറഞ്ഞാല് അതൊരു പർവ്വതീകരിച്ച് പറയേണ്ടതോ അല്ലെങ്കിൽ കുറെ ആലങ്കാരികമായി പറയേണ്ടതോ ഒന്നുമല്ല, ഒരു വസ്തുതയാണ്. പക്ഷേ ഇവിടെയുള്ളൊരു മാറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു കാലത്തും ഇവിടെ ഭരണം ഉണ്ടായിട്ടില്ല. നമുക്കിങ്ങനെ മുക്കൂട്ട് ഭരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഈ സുദീർഘമായ കാലയളവിൽ ഇസ്ലാമിന് കേരളത്തിൽ 1200, 1300, 1400 എത്ര കാലം പറഞ്ഞോളി, ഈ കാലഘട്ടത്തിന്റെ ഇടയിൽ കേരളത്തിൽ ഇസ്ലാമിക ഭരണം ആകെ ഉണ്ടായിട്ടുള്ളത് എത്രയാണെന്നറിയോ? 1766 മുതൽ 1800 വരേക്കുള്ള 30 ചില്ലാനം കൊല്ലം ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണം, രണ്ടാമത് കണ്ണൂർ അറക്കൽ രാജവംശത്തിന്റെ ഒരു ചെറിയ ഭരണവും, ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ ഇസ്ലാമിക ഭരണം ഉണ്ടായിട്ടേയില്ല. മറ്റു രാഷ്ട്രങ്ങളിലൊക്കെയോ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ 1000 കൊല്ലം ഇസ്ലാമിക ഭരണം ഉണ്ടായിരുന്നു. മുസ്ലിം ഭരണം, ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞില്ല. എന്തോ ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ച സ്ഥലം, അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ എല്ലാവിധ പ്രൗഢിയും പ്രതാപവും കാണിച്ച സ്ഥലം, ഇന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ സൈക്കിൾ രക്ഷ നടക്കുന്നവർ നോക്കിയാൽ മതി. ഡൽഹിയിൽ പോയാലും ബംഗാളിൽ പോയാലും ആസാമിൽ പോയാലും ഭോപ്പാലിൽ പോയാലും രാജസ്ഥാനിൽ പോയാലും എവിടെയും സൈക്കിൾ രക്ഷക്കാരൻ ആരുണ്ടോ? സിദ്ദീഖ് ഹസൻ ഉമർ എന്നൊക്കെ പറഞ്ഞ വലിയ ബമ്പം പേരുള്ള ആൾക്കാരേക്കാണ്. നോക്കണം, ഭരിച്ച സ്ഥലത്തുള്ള അവസ്ഥ ആകെ ഇവിടെ ഭരണമുണ്ടായത് എവിടെയെന്നറിയോ? ഇതൊന്നും തന്നെ വളരെ കുറഞ്ഞ കോസ്റ്റൽ ഏരിയകളിൽ മാത്രമാണ് ടിപ്പു സുൽത്താന്റെ ഭരണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ കാലാകാലങ്ങളായി ഇവിടുത്തെ ഹൈന്ദവ ഭരണാധികാരികൾ ഈ പൊന്നാനിയിൽ എന്നും ഭരിച്ചത് പൊന്നാനി സ്വരൂപവും പൊന്നാനി നാടുവാഴികളും. ഈ രാജാക്കന്മാരൊക്കെ ഇവിടത്തെ മഹ്ദൂമിങ്ങൾ അതിരത്തെ സ്നേഹിക്കുകയും അവർ വളരെയധികം പരസ്പരം ഐക്യത്തിലും സഹകരണത്തിലുമാണ് ജീവിച്ചിരുന്നത്. അതവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, പൊന്നാനിയുടെ തെരീക്ക നമ്മൾ അവലംബിക്കണം. പൊന്നാനിയുടെ തെരീക്ക എന്താണ്? ആ തെരീക്കത്തില്ലാത്ത തെരീക്ക അതെന്താ? നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടം പൊന്നാനിക്കജ്ജ്, കൊണ്ടോട്ടിയജ്ജ്, അജ്ജിനാ പറയാം, കൈ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത് അങ്ങനെ പറയണം. പൊന്നാനിക്കജ്ജും കൊണ്ടോട്ടിക്കജ്ജുവാ. എന്താ കൊണ്ടോട്ടിക്കൈ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ഒരു കള്ളത്തരീക്കത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കള്ളത്തരീക്കകൾക്കെതിരെ വളരെ ശക്തമായി പ്രതികരിച്ച ആളുകളാണ് മഹാന്മാരായ നിയമകുമാർ. അത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും തീവ്രവാദ ലൈനിന്റെ ആളുകളല്ല. തീവ്രവാദം നമ്മളിലില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം മഹാനായ സയ്യിദ് മഖ്ദൂം സമർപ്പിക്കുന്നത് ആർക്കാണെന്നറിയോ? ബീജാപ്പൂർ ഭരണാധികാരിയായ അലി ആദിൽ ഷാ. നോക്കണം നിങ്ങൾ, ബീജാപ്പൂർ ഭരണാധികാരിയായ അലി ആദിൽ ഷാ സമർപ്പിക്കുന്നത്. അദ്ദേഹം ഒന്നാം ഷിയ. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഷിയ രാജാവിന് സമർപ്പിക്കുന്നു. കാരണം അന്നത്തെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി അംഗീകരിക്കുക എന്ന നിലയിൽ മഹാനവർക്ക് സമർപ്പിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഈ ബക്കലുമായിട്ട് ബന്ധപ്പെട്ട സൈനി ദഹ്ലാൻ അറിയാം. ഇതാണ് ഈ പരമ്പരയിൽ വരുന്ന ആളാണ് മഹാനായ സൈനി ദഹ്ലാൻ. അദ്ദേഹത്തിന്റെ കിതാബിൽ ഫാത്തിമിയ ഭരണാധികാരി മുളഫർ ഹലീം, മുളഫർ രാജാവ്, അദ്ദേഹമാണ് മൗലിദുകൾക്ക് ഇന്നത്തെ രൂപത്തിലുള്ള ആചാരപ്രകാരമുള്ള തുടക്കം കുറിച്ചിട്ടുള്ളത്. മഹാനവറുകൾ ഈ ആനത്ത് നോക്കിയാൽ പറയും. പക്ഷെ ഈ മുളഫർ രാജാവിന് വേണ്ടി എത്രത്തോളം അദ്ദേഹം ദുആ ചെയ്യുന്നു എന്നറിയും. അപ്പൊ ഞങ്ങളുടെ തരീക്കതാണ് വളരെ വർഗീയം, വളരെ തീക്ഷ്ണമായ വികാരത്തോടുകൂടെയല്ല. അതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. വർഗീയം എവിടെ കളിച്ചോ അവിടെ നമ്മൾ തകർന്നു, സൗഹാർദ്ദം എവിടെ ഉണ്ടായോ അവിടെ നമ്മൾ വളർന്നു. ഇതാണ് ചരിത്രം. ഇവിടുത്തെ ചരിത്രം സൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ്, ഐക്യത്തിന്റെ ചരിത്രമാണ്.
അതാണ് പൊന്നാനി തരീക്ക. പൊന്നാനി മാർഗം എന്ന് പറഞ്ഞാൽ വെറും വൈജ്ഞാനിക മാർഗം മാത്രമല്ല, അവരുടെ സ്വഭാവവും ശരിക്കൊരു പഠന വിധേയമാക്കേണ്ട ഒരു സബ്ജക്റ്റാണത്. വളരെ പഠന വിധേയമാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഫത്തുൽ മൊയ്ൻ പലതും വരച്ചു കാട്ടി. ഇപ്പൊ നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും കുട്ടികൾ ചോദിക്കാം, എന്താ ഉസ്താദെ മീറാജിന്റെ നോമ്പും ബറാത്തിന്റെ നോമ്പും നീ പറയാത്തത്? നോക്കണം, മീറാജിന്റെ നോമ്പും ബറാത്തിന്റെ നോമ്പും ഫത്തുൽ മൊയ്നിൽ പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അവരത് നിഷേധിക്കുന്നതുകൊണ്ടല്ല, അവർ നോക്കാത്തത് കൊണ്ടല്ല, വസ്തുനിഷ്ഠമായ തെളിവുകൾ വീണ്ടും വിധം കിട്ടാത്തത് കൊണ്ട് ഫത്തുൽ മൊയ്നില് എവിടെ നോക്കിയാൽ കാണൂല ബറാത്തിന്റെ അന്ന് നോമ്പ് സുന്നത്താണ്, മീറാജിന്റെ അന്ന് നോമ്പ് സുന്നത്താണ്. ഇഹ്യ നോക്കിയാൽ കാണും, അത് തസവ്വുഫിന്റെ കിതാബാണ്. ആ ജാതി കിതാബുകളൊക്കെ നോക്കിയാൽ കാണും. അപ്പൊ എന്താ അവരുടെ തരീക്കാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്ത് പൊളിയാണ്. ഈ പൊളിയട്ടെ, വസ്തുതകൾ പറയുക, കാര്യങ്ങൾ അവലംബിക്കുക, അതായിരുന്നു അവരുടെ മാർഗം. ആ മാർഗമാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവലംബിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകളുടെ ആ കാലഘട്ടത്തിലുള്ള അവരുടെ ഖബറുകളും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായും കൊണ്ട് ആ ഒരു രൂപത്തിലാണ് ഉണ്ടായത്. പിൽക്കാലത്താണ് പിന്നെയും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൊന്നാനി മഹത്തുക്കൾ അവര് നമ്മുടെ ജീവന്റെ ഭാഗമാണ്. കേരളത്തിലെ ഇസ്ലാം പൊന്നാനി മാറ്റി നിർത്തിയ ഇസ്ലാം കേരളത്തിലില്ല, വളരെ തീർച്ചയാണ്. കാരണം പൊന്നാനി മഹദൂം കുടുംബത്തിന്റെ മുമ്പുള്ള ചരിത്രം ഞാൻ അതും പറഞ്ഞു തരപ്പോ നമ്മൾ പലരും പർവ്വതീകരിച്ച് വല്ലാതെ പറയും. അത്രയൊന്നുമില്ല. നമ്മളുടെ ഈ വിജ്ഞാനം ഇന്നുള്ളത് ഒരു 2 നൂറ്റാണ്ട് കാലത്തെ പഴക്കമാണ്. പഴയ കാലത്തെ പൊന്നാനി വളക്കെത്തിരുന്ന ആ കാലഘട്ടം, അന്ന് തശ്രീൽ അഫ്ലാഖും അതുപോലെ ഹുലാസയും ഇങ്ങനെയുള്ള കിതാബുകളൊന്നും പൂർവ്വകാലങ്ങളിലില്ല. ഇതിനൊക്കെ 2 നൂറ്റാണ്ട് കാലത്തെ പഴക്കമുള്ളത്. ഇത് 2001 ആണ്ടോടുകൂടെ 3000 ആണ്ടിന്റെ തുടക്കത്തോടുകൂടെ അതൊക്കെ അസ്തമിക്കും ചെയ്തിരിക്കുകയാണ്. ഒരു 2 നൂറ്റാണ്ട് കാലം നമ്മുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ അഗ്രേസരായിരുന്നു. അപ്പൊ വളരെ സമർക്കന്ദിന്റെ സമന്വയ വിദ്യാഭ്യാസം പോലത്തെ ഒരു സമന്വയ വിദ്യാഭ്യാസം ഇവിടെ കേരളത്തിലും വന്നു. അതിന് ഗുണഫലങ്ങൾ, അതിന് നേട്ടങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഏത് ഗൾഫ് നാടുകളിൽ ചെന്നാലും നമ്മുടെ വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെയൊക്കെ കാരണം അറിയോ? ഈ പൊന്നാനി മഹത്തുക്കളുടെ ആ തെരീക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തകരാത്തത്. അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് പേടിയുണ്ട്. എല്ലാവരും ഇങ്ങനെ വല്ലാതെ പെരുമയും പോരിശയൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വ്യാകുലപ്പെടുന്ന ഒരാളാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് ഇതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന് വളർന്നു നിന്ന സ്ഥലങ്ങളാണ് ഈ ബഗ്ദാദും അതേപോലെ തന്നെ സ്പെയിനിലേക്കും കോർഡോവയിലേക്കും അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മുടെ ഈ നാടുകൾ തന്നെ അത്രയും വികസിച്ച നാടുകളായിരുന്നു. ഇന്ന് അവിടുത്തെ അവസ്ഥ, ആ ബൈത്തുൽ മുഖദ്ദസ് കമ്പൗണ്ടിൽ ഫലസ്തീനിയ മക്കൾക്ക് പഠിപ്പിക്കാൻ ചെറിയൊരു മക്തബുണ്ട്, ഒരു പാഠശാല. അതും തന്നെ എവിടെ? ആ കമ്പൗണ്ടിലുള്ള ആളുകൾക്ക്. വേറെ യാതൊരു സൗകര്യങ്ങളുമില്ല. എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ അറിയോ? 400 താബിയങ്ങളുടെ മക്ബറ അതിന്റെ പരിസര പ്രദേശത്താണ്. 400 താബിയങ്ങളുടെ, ഒരുപാട് സഹാബത്തിന്റെ, ഒരുപാട് മഹത്തുക്കളുടെ എല്ലാമുള്ള ഇടത്ത് ഇതൊന്നുമില്ല. അങ്ങനെ എല്ലാ നാടുകളും അതപ്പതിച്ചപ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ പൊന്നാനി ഒരു പക്ഷേ ഒരു വലിയ സർവകലാശാല വരേണ്ട സ്ഥലമായിരുന്നു. കാരണം കാര്യം നമ്മൾ നോക്കുമ്പോ ഇവിടെ വലിയൊരു സ്ഥാപനം വരേണ്ടതായിരുന്നു. ഒരു യൂണിവേഴ്സിറ്റി തന്നെ പൊന്നാനി അവലംബമാക്കി മഖ്ദൂമിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കേണ്ടതായിരുന്നു. അതൊന്നുമില്ലെങ്കിൽ തന്നെയും പൊന്നാനി അതിന്റെ ആ പൂർവ്വപ്രതാപം ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പൊന്നാനിയിൽ ഇല്ലെങ്കിൽ തന്നെ പൊന്നാനിയിൽ നിന്ന് കൊടുത്തിവെച്ച ആ ദീപം കേരളത്തിൽ എന്നല്ല കേരളത്തിന് പുറത്തും ഇന്ന് അതിന്റെ ആ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു സന്തോഷം നമുക്കുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സമ്മേളനത്തിന് ഈ പ്രിപ്പറേറ്ററി കോൺഫറൻസാണ്. ഇതിനേക്ക് പൊന്നാനിയെ തെരഞ്ഞെടുത്തതും നമ്മുടെ SKSF എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടനയാണ്. ആ വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ആ നഗരത്തിന് സമർക്കന്ത് എന്ന് പേരിട്ടതും വളരെ യുക്തിപരമായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വളരെ വൈകിയ വേളയിൽ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സമർക്കന്ദിനെയും പൊന്നാനിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മോട് സംവദിച്ച പ്രിയപ്പെട്ട ഗഫൂർ കാസിമിക്ക് പ്രത്യേകമായി ഈ ചടങ്ങിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാസർ ഫൈസിയാണ്. SKSFന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വിശ്രുത പ്രഭാഷകനുമായ നാസർ ഫൈസിയെ വിഷയാവതരണത്തിന് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته.
അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന ആദരവിലുള്ള പണ്ഡിതന്മാരെ, ഈ സെമിനാറിന്റെ മോഡറേറ്റർ എസ്കെഎസ്എഫിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഹുൽ അമീദ് മാസ്റ്റർ, മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നവോത്ഥാനത്തിന്റെ പൊന്നാനി പെരുമ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കുമ്പോൾ അതിൽ സംബന്ധിച്ചുകൊണ്ട് കുറഞ്ഞ സംസാരം മാത്രം നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൊന്നാനിയിലെ ചരിത്ര പശ്ചാത്തലവും ഇസ്ലാമിക കാഴ്ചപ്പാടുകളും പൊന്നാനിയിൽ നിന്നുകൊണ്ട് സമർക്കന്ദിലേക്കുള്ള അടുപ്പവും ഒക്കെ ബന്ധപ്പെടുത്തി പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ ഖാസിമി ഇവിടെ സംസാരിച്ചു. നവോത്ഥാനത്തിന്റെ പൊന്നാനി പെരുമയിൽ നാം ആ വിഷയത്തെ സമർപ്പിക്കുമ്പോൾ യാഥാസ്ഥികരായ ഒരു ജനവിഭാഗത്തിന് എന്താണ് നവോത്ഥാനത്തിൽ അവകാശപ്പെടാനുള്ളത് എന്ന ചോദ്യത്തിന് മറുപടി കണ്ടെത്തുക കൂടിയാണ്. സുന്നികൾ യാഥാസ്ഥികരാണ്. യാഥാസ്ഥികരെന്ന് എത്ര തവണ നമ്മെ ആക്ഷേപിച്ചാലും അതിൽ അല്പം പോലും വൈമനസ്യമില്ലാത്ത വിധത്തിൽ അത് സ്വീകരിക്കാനുള്ള ആർജവവും ഒരാത്മക്കുളിരും നൽകപ്പെടുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. യാഥാസ്ഥികർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തെ നിലനിർത്തുന്നവർ എന്നാണെങ്കിൽ, പഴമയെ അതേപടി പിന്തുടരുന്നവർ എന്നതാണെങ്കിൽ കേരളത്തിലെ സുന്നികൾ യാഥാസ്ഥികരാണ്. ജീർണതയെയും അന്ധവിശ്വാസങ്ങളെയും കൊണ്ട് നടക്കുന്നവരാണ് എന്ന് യാഥാസ്ഥികത്വത്തിന് ആരെങ്കിലും അർത്ഥം കൊടുത്തെങ്കിൽ, അറിവുകേട് എന്ന് പറയുമ്പോൾ അതിൽ ശരിയുണ്ടെങ്കിൽ അതുമായി സുന്നികൾക്ക് പുലബന്ധം പോലുമില്ല. പഴമയെ അതേപടി നിലനിർത്തുക എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട സ്വഹാബത്ത് കേരളത്തിൽ കടന്നുവന്ന് പ്രചരിപ്പിച്ചതിന്റെ പ്രഭാകേന്ദ്രമായി കേരളത്തിൽ ഇസ്ലാമിനെ വെളിച്ചം നൽകാൻ ഒരു മിഷ്കാത്തായി പ്രകാശിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ള പൊന്നാനി, അതിന്റെ വിളക്കത്തിരുന്നുകൊണ്ട് ഒരു മിഷ്കാത്ത് കണക്ക് ഒരു മാടത്തിന്റെ അകത്ത് ഒരു ദീപ്തമാക്കി മാറ്റപ്പെട്ട ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ നവോത്ഥാനത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ യാഥാസ്ഥികരാണ് നവോത്ഥാനത്തെ സമർപ്പിച്ചത്. സുന്നികളാകുന്ന യാഥാസ്ഥികന്മാർ, ആ യാഥാസ്ഥികന്മാരുടെ ഉറവിടം കുറിക്കപ്പെട്ട ഈ പൊന്നാനി നവോത്ഥാനത്തിന്റെ അടിത്തറ പാകപ്പെട്ടു എന്ന് പറയുമ്പോൾ യാഥാസ്ഥികത്വവും നവോത്ഥാനവും പരസ്പരം ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ്. യാഥാസ്ഥികത്വത്തെയും നവോത്ഥാനത്തെയും പരസ്പരം ഏറ്റുമുട്ടാനോ പരസ്പര വിപരീതമാക്കാനോ കാണുന്നവർ ഭാഷയെ കൊല ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സുന്നികളാകുന്ന യാഥാസ്ഥികന്മാരാണ് നവോത്ഥാനത്തെ സമർപ്പിച്ചത്. പൊന്നാനിയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രത്തിൽ പൊന്നാനിയെ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് കേവലം അതൊരു സിമ്പലാണ്. പൊന്നാനിയുടെ മണ്ണിനെ മാത്രമല്ല, കേരളത്തിൽ പഴഞ്ചൻ സംസ്കാരത്തെ അല്ലെങ്കിൽ പഴഞ്ചൻ കാലഘട്ടത്തെ തനിപ്പഴമയെ ആവിഷ്കരിച്ചുകൊണ്ട് എത്ര കണ്ടുകൊണ്ട് നവോത്ഥാനത്തെ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് സുന്നികളായ മഹാന്മാരായ ഉലമാക്കളാണ് കാണിച്ചത്. നവോത്ഥാനം എന്നതിന് ചില ആളുകളുടെ കുത്തകയോ അതല്ലെങ്കിൽ അവർക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന ധാരണയിൽ അവർ റിസർവ് ചെയ്യപ്പെട്ട പദപ്രയോഗം പോലെ അവർ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. പക്ഷെ നവോത്ഥാനം സുന്നികൾ നിർവഹിച്ചു എന്നതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. കാരണം നവോത്ഥാനത്തെ നാടുമേള പറഞ്ഞു നടന്നിരുന്ന ബിദഈ സംഘടനകൾ അവതരിപ്പിച്ചത് നവീന ആശയത്തിന്റെ പുനരാവിഷ്കാരമാണ് നവോത്ഥാനം എന്ന അർത്ഥത്തിലാണ്. നവോത്ഥാനം ഒരിക്കലും നവീനാശയത്തിന്റെ പുനരാവിഷ്കാരമല്ല. പുതിയയും പരിഷ്കാരത്തെയും ഉയർച്ചയെയും സംഭാവന ചെയ്യപ്പെടുന്നതാണെങ്കിൽ അറിവിന്റെ നവോത്ഥാനം, സാഹിത്യത്തിന്റെ നവോത്ഥാനം, സ്ത്രീത്വത്തിന്റെ നവോത്ഥാനം, രാഷ്ട്രീയത്തിന്റെ നവോത്ഥാനം, വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാനം, സംസ്കാരത്തിന്റെ നവോത്ഥാനം കുറിക്കപ്പെട്ടത് ഈ പൊന്നാനിയിൽ നിന്നുകൊണ്ടാണ്.
പൊന്നാനിയിൽ നിന്നുകൊണ്ട് അറിവിന്റെ വാതായനം തുറക്കപ്പെട്ടതോടുകൂടിയാണ് കേരളത്തിൽ മലയാള സാഹിത്യത്തിൽ ഒഴുക്കുണ്ടായത്. ഏറ്റവും വലിയ നവോത്ഥാന സാഹിത്യം ഏതാണ്? 406 കൊല്ലത്തെ പഴക്കമുണ്ട് മുഹിദ്ദീൻ മാലക്ക്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ നിന്നുകൊണ്ട് ആശയത്തെ ഏറ്റുവാങ്ങി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ സാഹിത്യത്തിന്റെ കുലപതിയായി മാറാൻ സാധിച്ചിട്ടുള്ള മഹാനായ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും സമ്പുഷ്ട കൃതിയായ മുഹിദ്ദീൻ മാല. മുഹിദ്ദീൻ മാലയെ ഇന്ന് ശിർക്കിന്റെ ഭാഗമായി ചില ആളുകൾ കാണുന്നവരുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു സെമിനാർ നടത്തി. കഴിഞ്ഞ വർഷം നവോത്ഥാനത്തിന്റെ ഹിസ്റ്ററി അവതരിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ നവോത്ഥാനത്തെ സമർപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ സംഭാവനയെ തേടിപ്പിടിച്ച് ജമാഅത്തെ ഇസ്ലാമി ഡയറക്റ്റായി സെമിനാർ നടത്താതെ മറ്റു ചില പേരുകൾ സ്വീകരിച്ച് കോഴിക്കോട്ടൊരു കോൺഫറൻസ് നടത്തിയപ്പോൾ അവിടെ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി അവർ നാടാകെ തെണ്ടിയത് സുന്നത്ത് ജമാഅത്തിന്റെ അറബി കോളേജുകളിലേക്കാണ്. ദാറുൽ ഹുദയിലും അതേപോലെ തന്നെ നമ്മുടെ കടമേരി റഹ്മാനിയയിലും അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ വളാഞ്ചേരി മർക്കസിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാക്കന്മാർ കയറി ഇറങ്ങി അവർ പറഞ്ഞത് കേരളത്തിലെ സുന്നി വിദ്യാർത്ഥികളാണ് നവോത്ഥാനം അവതരിപ്പിക്കാൻ കെൽപ്പറ്റവർ, മറ്റുള്ളവർക്കതിന് കഴിയില്ല എന്ന്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചില വിദ്യാർത്ഥികൾ അതിൽ പെട്ടുപോയി ജമാഅത്തിന്റെ ആ ചതിക്കുഴിയിൽ എന്നത് നമ്മൾ ഉത്ബുദ്ധതയോടുകൂടി കാണണം എന്ന് ഈ സന്ദർഭത്തിൽ അടിവരയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും കാഴ്ചപ്പാടുകൾ സുന്നികളെ അവരുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കി ജമാഅത്ത് അവതരിപ്പിച്ച ഹിസ്റ്ററി കോൺഫറൻസിൽ നവോത്ഥാനം അവതരിപ്പിക്കുമ്പോൾ പൊന്നാനി ഉയർത്തി കാണിക്കുന്നത്, മഖ്ദൂമി വംശത്തെ ഉയർത്തി കാണിക്കുന്നത്, ഖാലി മുഹമ്മദ് ഉയർത്തി കാണിക്കുന്നത് സുന്നികളുടെ യാഥാസ്ഥികത്വത്തെ സമ്മതിച്ചുകൊണ്ടാണ് എന്ന്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞത് അതിന്റെ മതരാഷ്ട്രവാദം പുകഴ്ത്തി പറഞ്ഞപ്പോഴാണ്. മതരാഷ്ട്രവാദം ജനങ്ങളുടെ കളിച്ചുപിടിക്കില്ല എന്ന് കണ്ടപ്പോ അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മതരാഷ്ട്രവാദം എന്ന കാമ്പും കാതലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ സായുധ വിപ്ലവത്തിലൂടെയാണ് ഇവിടെ മോചനമുണ്ടാകുന്നത്. ഇസ്ലാമിന്റെ വളർച്ചയുടെ പ്രധാന കാതൽ അത് സായുധ വിപ്ലവത്തിലൂടെയാണ് എന്ന് നാളിതുവരെ മൗദൂദി പറഞ്ഞതിന് ഈ കാലത്ത് പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സുന്നികളുടെ ആശയത്തെ പരിപ്രേക്ഷ്യത്തോടുകൂടി കാണണം. സുന്നികളുടെ ആശയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്ന് കണ്ടെത്തിയപ്പോഴാണ് ഹിസ്റ്ററി കോൺഫറൻസുമായി ജമാഅത്ത് രംഗപ്രവേശം ചെയ്തത്. അതിൽ അവതരിപ്പിച്ച നവോത്ഥാനത്തിൽ അവർ പറഞ്ഞത്, നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുബീനെ അവർ സമ്മതിച്ചു. ഫത്ഹുൽ മുബീൻ പോരാട്ടത്തിന്റെ അതിതീക്ഷ്ണതയെ സമർപ്പിക്കുകയാണ്. അധിനിവേശ ശക്തികൾക്കെതിരെ പടയോട്ടം നടത്താനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുബീൻ അവതരിപ്പിച്ചത്. എന്നാൽ അതേ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു സുന്നിയായ ഇസ്ലാമിന്റെ ഓജസ് നേടിയെടുത്ത പൊന്നാനി പെരുമയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ള ആ പ്രചരണവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയെ ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചിട്ടില്ല. നവോത്ഥാനത്തിന്റെ ഇസ്ലാമിക സാഹിത്യം അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ മലയാള സാഹിത്യം അത് അവതരിപ്പിക്കുമ്പോൾ കേരളം ഉയർത്തി കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ 406 കൊല്ലത്തെ പഴക്കമുള്ള ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയാണ്. മുഹിദ്ദീൻ മാല ആണ് ഏറ്റവും ആദ്യത്തെ മലയാള കൃതി. തുഞ്ചത്തെഴുത്തച്ഛന്റെ വാൽമീകി രാമായണമാണ് എന്ന് പറയുന്നവർ തെറ്റാണ്. തുഞ്ചത്തെഴുത്തച്ഛന്റെ വാൽമീകി രാമായണം രചിക്കുന്നതിന്റെ 2 കൊല്ലം മുമ്പ് ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാല രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ കൃതി, ആദ്യത്തെ സാഹിത്യം, മലയാളത്തിലെ ആദ്യത്തെ കാവ്യം അത് തുഞ്ചത്തെഴുത്തച്ഛന്റെ വാൽമീകി രാമായണമല്ല, മുഹിദ്ദീൻ മാലയാണ്. ബഹുമാനപ്പെട്ട ഷൗലമീദ് മാസ്റ്ററുടെ ഡെമോക്രസിന്റെ വാള് തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹിദ്ദീൻ മാലയാണ് ഒന്നാമത്തെ കാവ്യം. ആ മുഹിദ്ദീൻ മാല ജമാഅത്ത് അംഗീകരിച്ചില്ല. അതേ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുബീനെ സമ്മതിക്കുന്നു.
ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം വംശത്തിലെ സൈനുദ്ദീൻ മഖ്ദൂംമാരുടെ തൊഹഫത്തുൽ മുജാഹിദീനെ ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആ തൊഹഫത്തുൽ മുജാഹിദീനിലെ പോരാട്ടം പറയുന്നുണ്ട്, സമരം പറയുന്നുണ്ട്, വിപ്ലവം പറയുന്നുണ്ട്. എന്നാൽ ഫത്ഹുൽ മുഈനെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ പോരാട്ടമാണ് സുന്നികളും സമർപ്പിച്ചത്, പോരാട്ടം മാത്രമേ ചരിത്രമുള്ളൂ എന്നർത്ഥത്തിൽ സുന്നികളെ ജമാഅത്തിന്റെ അജണ്ടയിലൂടെയും കണ്ണടയിലൂടെയും നോക്കിക്കാണാനാണ് ജമാഅത്ത് ശ്രമിച്ചത് എന്ന ചതിക്കുടി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കതിന്റെ ഭാഗ്യത്തെ, അതിന്റെ ബാധ്യതയെ മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നവോത്ഥാനം പൊന്നാനിയിൽ നിന്നുകൊണ്ടാണ് ആരംഭിച്ചത്, സാഹിത്യം പൊന്നാനിയിൽ നിന്നുകൊണ്ടാണ് ആരംഭിച്ചത്. സ്ത്രീകളുടെ നവോത്ഥാനത്തെ പറ്റി പറയുന്ന ആളുകളുണ്ട്. സ്ത്രീകളുടെ നവോത്ഥാനം എന്താണ് നിർവഹിക്കപ്പെടേണ്ടത്? ഉടുമുണ്ടടിച്ചുകൊണ്ട് തിമർത്താടി പരസ്യത്തിൽ അഭിനയിക്കലാണോ സ്ത്രീത്വം? പെണ്ണ് പള്ളിയിൽ പോയാലേ സ്ത്രീത്വമാകും എന്നുണ്ടോ? സിവിക് ചന്ദ്ര എന്ന പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ പാഠഭേദം എന്ന് പറയുന്നൊരു മാസികയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ത്രീകളുടെ നവോത്ഥാനത്തെ വായിക്കുന്നത്, പഠിക്കുന്നത് സുന്നികളുടെ കൃതിയിലാണ്, കേരളത്തിലെ സുന്നികളുടെ കൃതിയിലാണ്. പൊന്നാനി വിളക്കത്തിരുന്നു കൊണ്ട് പഠിച്ച് വളർന്നു വന്ന പണ്ഡിതന്മാർ ആവിഷ്കരിച്ചെടുത്ത സാഹിത്യമാകുന്നു ഏറ്റവും നല്ല സാഹിത്യമെന്ന് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ സമ്പുഷ്ടിതയിലാണ്. സിവിക് ചന്ദ്ര എന്ന് പറയുന്ന കോളമിസ്റ്റ്, നിരൂപകനായ, നക്സൽ പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്തെ പ്രചാരകനായ ആ സാഹിത്യകാരൻ പറയുന്നത്, സ്ത്രീകളുടെ സാഹിത്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ നവോത്ഥാനം ഞാൻ പഠിച്ചത് സുന്നികളിലൂടെയാണ് എന്ന് പറയുന്നത് നഫീസത്തുൽ മിസ്രിയെയും റാബിയത്തുൽ അദവിയെയും അംഗീകരിക്കപ്പെടുന്നത് സുന്നികളിലൂടെയാണ്. റാബിയത്തുൽ അദവിയെ വാഴ്ത്താൻ, നഫീസത്തുൽ മിസ്രിയെ പുകഴ്ത്താൻ, അതിന്റെ പേരിൽ കവിത എഴുതി ആ കവിത പുണ്യമെന്ന് പറഞ്ഞ് ആ പെണ്ണെഴുത്തിന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ ഗുണമേന്മകൾ അവതരിപ്പിക്കുന്ന കവിതയെ ആവിഷ്കരിച്ച് അത് പുണ്യമാകാൻ കരുതാൻ മാത്രം സുന്നികൾക്കേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്ത്രീ നവോത്ഥാനം ആരിലെന്ന് ചോദിച്ചാൽ സ്ത്രീത്വത്തെയും സ്ത്രീ സംഭാവനയെയും സമ്മതിക്കുകയും അതിന്റെ പേരിൽ കവിതകൾ എഴുതുകയും ആ കവിതകൾ പുണ്യമെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഇടയാളകളാക്കി നഫീസയെയും റാബിയെയും അവതരിപ്പിക്കുന്ന സുന്നികളാണ് സ്ത്രീ നവോത്ഥാനം പറയാൻ അർഹതപ്പെട്ടവർ. രാഷ്ട്രീയപരമായുള്ള സുന്നികളുടെ നവോത്ഥാനമല്ലേ ഇന്നും ചരിത്രത്തിലെ തങ്കലിപികളാണുള്ളത്? ഞാൻ ഒറ്റ കാര്യം പറയുന്നു. രാജാജി ഹാളിൽ വെച്ചുകൊണ്ട് ഖായിദുമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1948 മാർച്ച് 10-നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാജാജി ഹാളിന്റെ പരിസരത്ത് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പാറിയില്ല. തമിഴ്നാട്ടിലൊന്നും അത് പാറിയില്ല. അവസാനം അത് പാറാൻ അത് ഏറ്റെടുത്തത്, നെഞ്ചിലേക്ക് തോള് കാണിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങൾ പച്ചക്കൊടി പിടിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിന് നവോത്ഥാനം ഉണ്ടാകുമായിരുന്നില്ല. സീരി സാഹിബ് അല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ നായകൻ. CH മുഹമ്മദ് കോയ സാഹിബ് പൂക്കോയത്തങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴേ ഇതിനെ ജനം അംഗീകരിക്കുന്നുള്ളൂ. പോക്കർ സാഹിബിനെ അംഗീകരിക്കപ്പെടുന്നത് ബാപ്പക്കിട്ടങ്ങളിലൂടെയാണ്. ബാപ്പക്കിട്ടങ്ങളും പൂക്കോയത്തങ്ങളുമാണ് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നവോത്ഥാന ശില്പികളും പ്രചാരകരും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ കാലഘട്ടം, മുസ്ലിം ലീഗില്ല, സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 1948 ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. 1937 കോഴിക്കോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മദ്രാശി നിയമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ടെ സീറ്റിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഖാൻ ബഹദൂർ ആറ്റക്കോത്തങ്ങളാണ്, മറുഭാഗത്ത് പോക്കർ സാഹിബാണ്. പോക്കർ സാഹിബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ കുലപതിയാണ്, പ്രഗത്ഭനാണ്, എല്ലാ നിലക്കും നിയമജ്ഞനാണ് പോക്കർ സാഹിബ്. ആ ഉരുക്കു മനുഷ്യനായ പോക്കർ സാഹിബ് ഒരു ഭാഗത്ത് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണ സർവേന്ത്യ മുസ്ലിം ലീഗിന്റേത്, അദ്ദേഹത്തിന് പച്ച പതാക, അദ്ദേഹത്തിന് ഒരു ഭരണഘടന, അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഖായിദുൽ ഖൗം ഖായിദ് ആസം ജിന്നാ സാഹിബിന്റെ പിന്തുണ. സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹത്തെ അനുവദിക്കപ്പെട്ട സീറ്റിൽ മത്സരിക്കുന്നു പോക്കർ സാഹിബ് 1937 ഫെബ്രുവരി മാസത്തിൽ. അന്ന് തൊട്ടടുത്ത് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ്. ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്ക് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയില്ല, ഉലകത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ പ്രിയപ്പെട്ട ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾക്കില്ല. പക്ഷെ ഒരാളുടെ പിന്തുണയുണ്ട്, അത് ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ പിന്തുണയാണ്. ബാഫക്കി തങ്ങൾ
ഒരിക്കൽ സർവന്യ മുസ്ലിം ലീഗുകാരനായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നു. ഒടുക്കം വോട്ടെണ്ണിയപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാത്ത, ഒരു പതാകയുടെ തണലില്ലാത്ത, ഒരു സ്വന്തമായി ചിഹ്നത്തിന്റെ പിൻബലമില്ലാത്ത ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ ബഹുഭൂരിപക്ഷത്തോടുകൂടി പോക്കർ സാഹിബിനെ പരാജയപ്പെടുത്തി. അത് ചരിത്രമാണ്. ആ ബാപ്പക്കിത്തങ്ങളെ കണ്ടുകൊണ്ടാണ് ഖായിദ മില്ലത്ത് മദ്രാസിൽ ലീഗ് ഉണ്ടാക്കിയതെങ്കിൽ ബാപ്പക്കിത്തങ്ങൾ പച്ചപ്പതാക പിടിച്ചതുകൊണ്ടാണ് ഇന്ന് റവന്യൂ വരുമാനത്തിന്റെ 60% നിയന്ത്രിക്കാൻ മുസ്ലിം ലീഗിന് കെൽപ്പ് കിട്ടിയത് എന്ന് പറയുമ്പോഴും പൊന്നാനി പെരുമയിലാണ് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അസ്തിത്വമുള്ളത്. പൊന്നാനി പെരുമയിലല്ലാതെ ജമമുജകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകളുടെ ആശയത്തിന്റെ പേരിലോ മുജാഹിദ് ആശയത്തിന്റെ പേരിൽ ഒരിക്കൽ പോലും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വേരോട്ടമുണ്ടാവില്ല. സാഹിത്യമാകാലും നീതിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും സ്ത്രീ നവോത്ഥാനത്തിലായിരുന്നാലും രാഷ്ട്രീയത്തിലായിരുന്നാലും സാംസ്കാരികതയിലായിരുന്നാലും ഇവിടെയൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്റെ ചാലകശക്തി ഈ പൊന്നാനിയുടെ ഉറവ കേന്ദ്രമാണ്. ഈ പൊന്നാനിയിൽ നിന്നുകൊണ്ടുള്ള യാഥാസ്ഥികത്വത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാനം കുറിക്കപ്പെട്ടതെങ്കിൽ ഈ പൊന്നാനി യാഥാസ്ഥികന്മാരാണ് കേരളത്തിന്റെ നിഖില മേഖലകളുടെയും നവോത്ഥാനത്തിന്റെ ചാലകശക്തി എന്ന് പറയുമ്പോൾ അതിന്റെ തനിപ്പകർപ്പും അതിന്റെ സമവാക്യവും അതിന്റെ പരിപ്രേക്ഷ്യവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരുപക്ഷേ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സമസ്ത ഉണ്ടായിരുന്നുവെങ്കിൽ സമസ്തന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങന്മാരുടെ കാലഘട്ടത്തിലായിരുന്നു സമസ്തയെങ്കിൽ സമസ്തയെ നയിക്കുന്നത് അവരാകുമായിരുന്നു. സമസ്ത 87 കൊല്ലത്തെ പഴക്കമുള്ള സംഘടനയല്ല. സമസ്ത 14 നൂറ്റാണ്ട് അപ്പുറത്തെ പഴക്കമുള്ള ആശയത്തിന്റെ കാബലും സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ കേരളീയ നിലപാടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പൊന്നാനി പെരുമയുടെ ഒറിജിനൽ കുടികൊള്ളുന്നത്. പൊന്നാനി പെരുമയിലാണ് നവോത്ഥാനമുള്ളത്. പൊന്നാനി പെരുമയിലാണ് യഥാർത്ഥ ഇസ്ലാമുള്ളത്. അത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയുടെ ആശയ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും വലിയ ഉജ്ജ്വലമായ സാഹിത്യം, ഉജ്ജ്വലമായ മീഡിയ നിലനിർത്തുന്നതും ഈ പൊന്നാനി പെരുമയിൽ നിന്നുകൊണ്ടാണ്. ഈ തുടക്കം കുറിക്കപ്പെട്ടത് സുപ്രഭാതത്തിന് 1 ലക്ഷം കോപ്പിയോടുകൂടിയാണ്. പക്ഷേ ഒരാഴ്ച കൊണ്ട് 2 ലക്ഷം കവിഞ്ഞുവെങ്കിൽ പിറ്റേത്തെ ആഴ്ച 3 ലക്ഷത്തിലേക്ക് കടന്നെങ്കിൽ 4 ലക്ഷം കോപ്പി കഴിഞ്ഞ് ഉലകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 6 എഡിഷനോടുകൂടി 5 ലക്ഷം വരിക്കാരെയുമായി ഈ മലയാളക്കര കണ്ടിട്ടുള്ള സുപ്രഭാതം. ആ സുപ്രഭാതം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പത്രങ്ങളെയും കവച്ചു വെച്ചുകൊണ്ടാണ്. എല്ലാ പത്രങ്ങളെയും മുത്തശ്ശി പത്രങ്ങൾക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് തുടക്കം കുറിക്കപ്പെട്ടതെങ്കിൽ പല പ്രതാപശാലികളെയും കവച്ചു വെച്ചുകൊണ്ടാണ് പുലരി പുറന്നതെങ്കിൽ ഈ സുപ്രഭാതത്തിന്റെ ചാലകശക്തിയും നവോത്ഥാനത്തിന്റെ പൊന്നാനി പെരുമയിലാണ്. ഈ പൊന്നാനി മഖ്ദൂമി വംശത്തിൽ നിന്നുകൊണ്ടാണ് സുപ്രഭാതത്തിന്റെ ഉയിര് കൊണ്ടതെങ്കിൽ അത് വളരും. അത് തകർക്കാതെ കാത്തുസൂക്ഷിക്കപ്പെടേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നതുകൊണ്ട് സമർക്കന്തിലേക്കുള്ള പ്രയാണത്തിൽ അജയ്യമായി നമ്മൾ പ്രയാണം നടത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മുസ്ലിം സമാജത്തിന്റെ രാഷ്ട്രീയവും സാഹിത്യവും കലയും എല്ലാം കുടികൊള്ളുന്നത് പൊന്നാനിയുടെ പെരുമയിലാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നാസിർ ഫൈസിക്ക് അഭിനന്ദനങ്ങൾ, നന്ദി. നമുക്ക് ഈ പരിപാടി കൃത്യം 10 മണിക്ക് ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനിടക്കായി നാനിയുടെ ചരിത്രകാരനായ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ കുട്ടി സാർ വേദിയിലുണ്ട്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പങ്കെടുത്തുകൊണ്ട് 10 മിനിറ്റ് നമ്മോട് സംവദിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സുദീർഘമായി മണിക്കൂറുകളോളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പണ്ഡിതന്മാർ പലരും വിവിധ കോണുകളിലായി അതിനിവിടെ വിശകലനം ചെയ്യുകയും ചെയ്തു. ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് അനുവദിച്ച സമയം വളരെ കുറച്ചാണ്.
പൊന്നാനി പെരുമയെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നവോത്ഥാനം എന്നൊരു വഴിയും വ്യാവസായിക സാംസ്കാരിക നവോത്ഥാനം എന്ന മറ്റൊരു വഴിയും രണ്ട് രൂപത്തിലൂടെയാണ് പൊന്നാനിയുടെ നവോത്ഥാന പാരമ്പര്യം നീങ്ങുന്നത്. ഇസ്ലാമിക നവോത്ഥാനത്തിന് ഏകദേശം 1000 വർഷത്തിന്റെ പാരമ്പര്യം ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പൊന്നാനിക്കുണ്ട്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. നാം എല്ലാം ബഹുമാനിക്കുന്ന, നാം എല്ലാം ആദരിക്കുന്ന മഹൽ വ്യക്തിത്വവുമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1077 1165. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു നാടോടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല മുരീദന്മാരിൽപ്പെട്ട ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇബ്നു അബ്ദുൽ ഖാദിർ ഖുറാസാനി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ പരാമർശം ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ നദവി എഡിറ്റ് ചെയ്ത മമ്പുറം തങ്ങൾ എന്ന പുസ്തകത്തിലുണ്ട്. ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇബ്നു അബ്ദുൽ ഖാദിർ ഖുറാസാനിയുടേതാണ് പൊന്നാനിയിലേക്ക് ആദ്യമായി ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നാന്ദി കുറിക്കുന്നത്. അതായത് ഖാദിരിയ തരീഖത്തിന്റെ നാന്ദി കുറിക്കുന്നത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇബ്നു അബ്ദുൽ ഖാദിർ ഖുറാസാനിയുടെയാണ്. അദ്ദേഹമാണ് പൊന്നാനിയുടെ നിലവിലുള്ള ആദ്യത്തെ പള്ളി, ജുമാഅത്ത് പള്ളി, ഇപ്പോൾ ജുമാഅത്ത് പള്ളി ആയിട്ടുള്ള തോട്ടുകൾ പള്ളി സ്ഥാപിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഷെയ്ഖ് ഹുസൈൻ, അതായത് ഞങ്ങളെല്ലാവരും പൊന്നാക്കാർ പറയും ഉട്ടാമുസ്ലിയരെന്ന്, അവർ രണ്ടാളും കൂടിയാണ് പൊന്നാനിയിലെ നിലവിലുള്ള ആദ്യകാല ജുമാഅത്ത് പള്ളി. പിന്നെ ഇടക്കാലത്ത് ജുമാ അവസാനിപ്പിച്ചു. ഈ അടുത്ത കാലത്തായിട്ട് ഷെയ്ഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജുമാ ആരംഭിച്ച തോട്ടുകപ്പള്ളി അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ഈ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് കാഞ്ഞിരമറ്റത്താണ്. അദ്ദേഹം മുഖേന തുടങ്ങിയിട്ടുള്ള ആത്മീയ പ്രഭ, അതിന് വ്യാപകമായിട്ടുള്ള പ്രചാരം ഉണ്ടാക്കിയിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. 1467 to 1522 അദ്ദേഹത്തിന്റെ കാലഘട്ടം. ഇതേ സംബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അദ്ദേഹമാണ് കേരളത്തിൽ മാലിക് ബിൻ ദിനാറിനും അനുചരന്മാർക്കും ശേഷം നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾ. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകൻ അല്ലാമ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ പൗത്രൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ചോമ്പാലിലെ കുഞ്ഞിപ്പള്ളിയിലാണ്. ഒന്നാമത്തെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചത്. യാതൊരു സംശയവുമില്ല. കേരളത്തിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. ഇവിടെ ഗഫൂർ ഉസ്താദ്, അബ്ദുൽ ഖാസിം ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായി തന്നെ മസ്ലക്കുൽ അദ്കിയ, അദ്ദേഹത്തിന്റെ മകൻ രചിക്കപ്പെട്ട മസ്ലക്കുൽ അദ്കിയയുടെ ആമുഖത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വളരെ ഹ്രസ്വമായി പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിക നവോത്ഥാനം വിവിധ ഭാഗങ്ങളിലേക്ക് പൊന്നാനിയിൽ നിന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ഏകദേശം സയ്യിദന്മാരുടെ ആഗമനം പൊന്നാനിയിൽ ഉണ്ടാവുന്നത്. അത് 16 സയ്യിദ് അബ്ദുറഹിമാൻ അൽ ഐദറൂസ് മുഖേനയാണ്. സയ്യിദ് അബ്ദുറഹിമാൻ അൽ ഐദറൂസ് മുഖേന
അദ്ദേഹത്തിന്റെ കാലഘട്ടം 1688 ടു 1751. കേരളത്തിലെ സയ്യിദന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്രായത്തിലെത്തിയ ആളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഇദ്റൂസ്. അതായത് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടിയുടെ പ്രായത്തിൽ 15 വയസ്സാണ് അദ്ദേഹം ഹളറമൗത്തിൽ നിന്ന് കേരളത്തിൽ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ പ്രായം 15 വയസ്സ്. ഈ 15 വയസ്സ് പ്രായത്തിലാണ് ചരക്ക് കപ്പലിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം മുഖേനയാണ് രണ്ടാമത്തെ ആത്മീയ നവോത്ഥാനത്തിന് പിന്നീട് വ്യാപ്തി ഉണ്ടാവുന്നത്. അങ്ങനെ ആത്മീയ നവോത്ഥാനം സയ്യിദന്മാരുടെ വരുതിയിലും വൈജ്ഞാനിക നവോത്ഥാനം മഹ്ദൂമാരുടെ വരുതിയിലും നിന്ന് പ്രശോഭിച്ചും കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇടക്കാലത്ത് ചെറുങ്ങനെ അതിനൊരു തകർച്ച സംഭവിച്ചു. ഈ അവസരത്തിലാണ് 1900 മഅൂനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിതമാവുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഇദ്റൂസ്, സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഇദ്റൂസ് 1751 മരണപ്പെട്ടതോടുകൂടി പിന്നീട് കുറച്ചു കാലം പൊന്നാനി മുസ്ലിം ഭരണത്തിലായി. അതിനു മുമ്പ് പൊന്നാനി മുസ്ലിം ഭരണത്തിലായിരുന്നില്ല. തിരുമലശ്ശേരി രാജാക്കന്മാരും സാമൂതിരിയുമായിരുന്നു പൊന്നാനി ഭരിച്ചിരുന്നത്. അതായത് 1766 ടു 1792 ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഭരണകാലഘട്ടം. ഈ സമയത്ത് പൊന്നാനി മുസ്ലിം ഭരണത്തിലായിരുന്നു. ഹൈദരലി മരിക്കുന്ന അവസരത്തിൽ ടിപ്പു സുൽത്താൻ പൊന്നാനിയിലായിരുന്നു. ക്യാപ്റ്റൻ മക്ലിയോടുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഹൈദരലിയുടെ മരണം ടിപ്പു സുൽത്താൻ അറിയുന്നത്. അങ്ങനെ 1781 ടിപ്പു സുൽത്താൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. യുദ്ധത്തിന് കോട്ടം തട്ടരുത്, പോരാട്ടങ്ങൾക്ക് വീര്യം കുറയരുത് എന്നുള്ള നിലയ്ക്ക് പിന്നീട് ടിപ്പു വരുന്നത് ടിപ്പു സുൽത്താനായിട്ടാണ്. അപ്പൊ അതിന് ശേഷമാണ് ഇതിന്റെ ഇടയ്ക്കൊരു കാലഘട്ടം പൊന്നാനി മുസ്ലിം ഭരണത്തിലായിട്ടുണ്ട്. പിന്നീട് വരുന്നത് മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ സ്ഥാപനത്തോടുകൂടിയാണ്. 1900 സെപ്റ്റംബർ 9 മഅൂനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിതമാകുന്നത്. കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ മുസ്ലിം സ്ഥാപനങ്ങളുടെയും ഉമ്മയായ മഅൂനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിക്കുന്നത്. 1908 ജനുവരി 1 ബ്രിട്ടീഷ് രാജ്ഞി അതിന് അംഗീകാരം കൊടുക്കുന്നത്. അക്കാലത്ത് അതിന്റെ നേതൃസ്ഥാനത്ത് സയ്യിദന്മാരും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പണ്ഡിതന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്ത് മുസ്ലിങ്ങൾക്കൊരു സംഘടന ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ ബ്രാഞ്ചുകൾ മുഖേനയായിരുന്നു. കേരളത്തിന്റെ നാനാഭാഗത്തും അതിന് ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മുസ്ലിം നവോത്ഥാനം ഇങ്ങോട്ട് വരുന്നത്. അവിടെ വെച്ച് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറിച്ച് വ്യാവസായിക നവോത്ഥാനം പൊന്നാനി പഴയ കാലം മുതൽ തന്നെ കേരളത്തിലെ 2ാം തുറമുഖ പട്ടണമായിരുന്നു എന്നാണ് രേഖകൾ പറയപ്പെടുന്നത്. തിണ്ടീസ് പൊന്നാനിയായിരുന്നു എന്നാണ് പ്രബലമായ രേഖകൾ പറയുന്നത്. അതായത് 1ാം വ്യാവസായിക തലസ്ഥാനം മുസിരീസ് കൊടുങ്ങല്ലൂർ, 2ാം തലസ്ഥാനം തിണ്ടീസ് എന്ന് പറയപ്പെടുന്ന തുറമുഖം പൊന്നാനിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയ സാംസ്കാരിക വ്യാവസായിക പാരമ്പര്യം കാലഘട്ടങ്ങൾ വർഷങ്ങളോളം തുടങ്ങുന്നു. ഇതിന്റെ ഇടയ്ക്ക് 16ാം നൂറ്റാണ്ട് 1500 ടു 1600 ഈ 16ാം നൂറ്റാണ്ടിലാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും അദ്ദേഹത്തിന്റെ മകനായ അല്ലാമ അബ്ദുൽ അസീസും അദ്ദേഹത്തിന്റെ പൗത്രനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും ജീവിച്ചിരുന്നത്. മഖ്ദൂമാരുടെ ഏറ്റവും അത്യുന്നത സ്ഥാനത്ത് നിന്നിരുന്ന 3 മഹൽ വ്യക്തിത്വങ്ങൾ. ഈ സമയത്ത് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുള്ള തഹരീർ, തുഹ്ഫത്തുൽ മുജാഹിദീന്, ഫത്വൽ മുഈന്, മുർഷിദ്, ഇർഷാദ്, അദ്കിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുള്ളത്. അക്കാലത്ത് ഈ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടുള്ള അറബി ഭാഷയിലാണ്. പി.ടി. കുഞ്ഞുമുഹമ്മദ് സാഹിബ് പറഞ്ഞതുപോലെ അന്ന് ഇംഗ്ലീഷ് ഒരു ഭാഷയേ അല്ല. ഇംഗ്ലീഷ് ഭാഷയായി വരുന്നത് 16ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയായി വരുന്നത് 16ാം നൂറ്റാണ്ടിന് ശേഷമാണ്.
അക്കാലത്ത് ലോകം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഭാഷ അറബിയായിരുന്നു. ആയതുകൊണ്ടിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അറബിയിൽ വന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സാംസ്കാരിക സമന്വയം, ഈ അവസരത്തിൽ തന്നെയായിരുന്നു പൊന്നാനിക്ക് സമീപം എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൽ തിരുനാവായയിൽ, മേൽപ്പത്തൂർ, ഭട്ടത്തിരി ജീവിച്ചിരുന്നത്. പൊന്നാനി താലൂക്കിൽപ്പെട്ട, പഴയ പൊന്നാനി താലൂക്കിൽപ്പെട്ട ഗുരുവായൂർ ആസ്ഥാനമായി പൂന്താനം പ്രവർത്തിച്ചിരുന്നതും. അപ്പോൾ ഒരു സമന്വയ സംസ്കാരം 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നത് പൊന്നാനിയിൽ നിന്നാണ്. കേരളത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് തന്നെ പറയാം. പല ചരിത്ര പണ്ഡിതന്മാരും ആ നിലയ്ക്കിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, സാമൂതിരിമാർ 16-ാം നൂറ്റാണ്ടിൽ അധികകാലം ജീവിച്ചിരുന്നത് പൊന്നാനിയിലാണ്. കോഴിക്കോട് സാമൂതിരിമാരുടെ 2ാം ആസ്ഥാനം എന്ന നിലക്ക് 16-ാം നൂറ്റാണ്ടിൽ അധികകാലം താമസിച്ചിരുന്നത് പൊന്നാനിയിലാണ്. 15 സാമൂതിരിമാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രഗത്ഭരായ 3 മഹ്ദൂമാരുടെ കാലഘട്ടത്തിൽ 15 സാമൂതിരിമാരുണ്ടായിട്ടുണ്ട്. ഇതുണ്ടാകാനുള്ള കാരണം സാമൂതിരി സ്ഥാനം ഏറ്റെടുക്കൽ പ്രായം കൂടുതലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് 15 സാമൂതിരിമാരുണ്ടായത്. അപ്പൊ ഈ സാമൂതിരിമാർ അധികകാലവും അധിക സമയം ഇവിടെ ജീവിക്കാൻ കാരണം മഹ്ദൂമുമായുള്ള ബന്ധമായിരുന്നു. യാതൊരു സംശയവുമില്ല, മഹ്ദൂമുമായുള്ള ബന്ധമായിരുന്നു. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ മാത്രമല്ല, കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ 1509 to 1524 വരെ ജീവിച്ചിരുന്ന ഇവരായിരുന്നു. കുഞ്ഞാലിമരക്കാരും ജൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമനും കൊച്ചിയിലെ കൊച്ചങ്ങാടി സ്വദേശികളായിരുന്നു. ആ ഒരു ബന്ധമായിരുന്നു പിന്നീട് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ കാരണമായത്. അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കൊട്ടും നിരാശപ്പെടാനോ അല്ലെങ്കിൽ ഒരു അപകർഷബോധത്തോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാനോ ഇനി നമുക്കൊരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ചിലരെങ്കിലും ആ തരത്തിൽ ചിന്തിക്കാറുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ സമന്വയ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് കാത്തുസൂക്ഷിക്കുന്നത് പൊന്നാനിയുടെ പാരമ്പര്യമാണ്. പൊന്നാനിയുടെ പാരമ്പര്യം യമാനി പാരമ്പര്യമാണ്. യമനി പാരമ്പര്യം മദീനയുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി നമുക്ക് പരിശീലിക്കാം. ഇവിടെ സമർക്കന്ദിലേക്ക് SKSSFന്റെ മഹത്തായ പ്രസ്ഥാനം പ്രയാണം നടത്തുമ്പോൾ അതിന്റെ വഴിയിൽ ഏറ്റവും വലിയൊരു നാഴികക്കല്ലായി പൊന്നാനിയിലെ ഈ തലബാ സമ്മേളനം കുറിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇവിടെ മഹാന്മാരായ പണ്ഡിതർ ജീവിച്ച് നമുക്ക് വേണ്ടി സമർപ്പിച്ച് ഈ സമൂഹത്തിനു വേണ്ടി ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടി എല്ലാം അർപ്പിച്ച് അവരിവിടുന്ന് മൺമറഞ്ഞു പോയപ്പോൾ അത് കൈമാറ്റം ചെയ്തത് നമ്മിലേക്കാണ്. ഇവിടെ നവോത്ഥാനത്തിന് പല ആളുകളും പല വ്യാജന്മാരും അവകാശം സ്ഥാപിക്കുമ്പോൾ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു സമയമായി, ഒരു സാഹചര്യമായി ഈ സെഷനെ നാം കാണുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് പൊന്നാനിയുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കാം. നവോത്ഥാനത്തിന്റെ പൊന്നാനി പെരുമ നമുക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് എത്തിക്കാം. ഇവിടെ പ്രഭാഷകരെല്ലാം വിഷയാവതരകരെല്ലാം സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ പൊന്നാനിയുടെ മക്കൾ അഥവാ പൊന്നാനിയുടെ പാരമ്പര്യത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട, പ്രകാശം ഉൾക്കൊണ്ട, അതിൽ ആ പ്രകാശ കൈത്തിരി ചോദിച്ചു വാങ്ങിയ, അതിൽ നിന്ന് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ പ്രവർത്തനവും സേവനവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ ശോഭയോടുകൂടി അത് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമർക്കന്ദിനെയും പൊന്നാനിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ബഗ്ദാദിന്റെയും കൊർഡോവയുടെയും സ്പെയിനിന്റെയും കൈറോയുടെയും അൽഅസ്ഹറിന്റെയും ഒക്കെ പാരമ്പര്യത്തെ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ടും നാം ഇത്രയും സമയം കേട്ട ഈ വിജ്ഞാന സദ്യ അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ തലബാ കോൺഫറൻസിലെത്തിയ
നിങ്ങൾ ഇത്തരമൊരു പ്രഭാഷകരിൽ നിന്ന് ഇത്തരമൊരു വിഷയം വളരെ വിശാലമായി തന്നെ കേൾക്കാൻ നമുക്ക് അവസരമുണ്ടാകുമായിരുന്നു, സമയത്തിന്റെ പരിമിതി ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ വിജ്ഞാനത്തിന്റെ ഓരോ കൈത്തിരികളും തിരികളും നാം കൃത്യമായി ഉൾക്കൊള്ളുകയും അതിലൂടെ കയറിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ വശങ്ങളിലേക്കും പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുഖമൂലകളിലേക്കും വിജ്ഞാനമാകുന്ന, പ്രത്യേകിച്ചും ഇസ്ലാം വിജ്ഞാനത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിജ്ഞാനം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അള്ളാഹു ലോകത്തിൽ നൽകിയ വിജ്ഞാനത്തെ വഅല്ലമ ആദമൽ അസ്മാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഇൽമിനെ ലോകത്തിന്റെ ഈ അവസാനം വരേക്കും, ലോകാവസാനം വരേക്കും അത് എത്തിക്കുവാനുള്ള ബാധ്യത നമ്മുടെ സമൂഹത്തിനാണ്. അത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വിഭാഗത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് മറ്റു ആർക്കും അവകാശപ്പെടാനില്ല. അത് അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചുണക്കുട്ടികളായ കർമ്മധീരരായ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ സമാപനം കുറിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.